മാസത്തിനപ്പുറം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പാണ്. അത് കഴിഞ്ഞാലുടൻ നിയമസഭാ തെരഞ്ഞെടുപ്പ്. മുന്നണികളെല്ലാം തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഭരണവിരുദ്ധ വികാരത്തിലാണ് UDFിൻ്റെ പ്രതീക്ഷയാത്രയും. അത് ആളിക്കത്തിക്കാനുള്ള പരിശ്രമങ്ങൾ, സമരങ്ങൾ കോൺഗ്രസും UDFും നടത്തുന്നുമുണ്ട്. മറുപക്ഷത്ത് വികസന രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തുടർഭരണം ഉറപ്പ് എന്ന് പറയുകയാണ് LDF, പ്രത്യേകിച്ച് CPM. ഈ രാഷ്ട്രീയ കാലാവസ്ഥ സങ്കീർണമായ അവസ്ഥയിലേക്ക് മാറുന്നത് പാർട്ടികളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ കൂടി കടന്നു വരുമ്പോഴാണ്. കോൺഗ്രസ് ഇത് നല്ലതുപോലെ അനുഭവിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശശി തരൂർ ദേശീയ നേതൃത്വത്തെ പോലും വെല്ലുവിളിച്ച് മുന്നോട്ടു പോകുന്നു എന്നുള്ളതാണ്. യൂത്ത് കോൺഗ്രസിന് സമരവീര്യം അത്ര പോരാ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ PJ കുര്യനും പുതിയ പോർമുഖം തുറന്നിട്ടുണ്ട്. കണ്ണൂരിലേക്ക് വന്നാൽ K സുധാകരനെ അവഗണിക്കുന്നു എന്ന മുദ്രാവാക്യമുയർത്തിക്കൊണ്ട് KS ബ്രിഗേഡും രംഗത്തുണ്ട്. ഇത്തരം രാഷ്ട്രീയ കാലാവസ്ഥ സങ്കീർണമായി നിൽക്കുമ്പോൾ ക്വസ്റ്റ്യൻ അവർ ഈ വിഷയങ്ങളൊക്കെയാണ് പരിശോധിക്കുന്നത്. നമ്മളോടൊപ്പം KPCC അംഗം, മുൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാവ്, ചാനൽ ചർച്ചകളിലൊക്കെ കോൺഗ്രസിൻ്റെ പടച്ചട്ടയാകുന്ന റിജിൽ മാക്കുറ്റിയാണ് ചേരുന്നത്. പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയും തുറന്നു പറഞ്ഞിട്ടുണ്ട് റിജിൽ മാക്കുറ്റി. AK ആന്റണിയുടെ മകൻ കോൺഗ്രസ് നയത്തിന് വിരുദ്ധമായ സമീപനങ്ങൾ സ്വീകരിച്ച് BJPയിലേക്ക് പോകുന്നു എന്ന ഘട്ടം വന്നപ്പോൾ ആദ്യം അതിനെതിരെ കണ്ണൂർ വിഷനിലൂടെ പ്രതികരിച്ചത് റിജിൽ മാക്കുറ്റിയായിരുന്നു. അതിനുശേഷമാണ് മറ്റു നേതാക്കളെല്ലാം ആ കാര്യം തിരിച്ചറിയുകയും അതിനെതിരായ പ്രതികരണങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തത്. അങ്ങനെ തൻ്റെ പാർട്ടിയിലെ നെറുകേടുകൾക്കെതിരെയും അദ്ദേഹം എന്നും പ്രതികരിച്ചിട്ടുണ്ട്. പാർട്ടി ഒരു പ്രതിസന്ധിയിൽ നേരിട്ടാൽ ഒരു പടച്ചട്ടയായി, നേരിൻ്റെ ശബ്ദമായി, അതിൻ്റെ നാവായി എന്നും റിജിൽ മാക്കുറ്റി ഉണ്ടാകാറുണ്ട്. അതുതന്നെയാണ് അദ്ദേഹത്തെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവാക്കി മാറ്റുന്നതും. എല്ലാ പ്രേക്ഷകർക്കും ക്വസ്റ്റ്യൻ അവറിലേക്ക് ഹൃദ്യമായ സ്വാഗതം റിജിൽ മാക്കുറ്റി. നമുക്ക് കണ്ണൂരിൽ നിന്ന് തന്നെ തുടങ്ങാം. കഴിഞ്ഞ ദിവസം ഈ സമര സംഗമ വേദിയിലേക്ക് KPCC പ്രസിഡന്റും കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ നേതാക്കളൊക്കെ കടന്നു വരുന്നതിനിടയിൽ K സുധാകരന് അനുകൂലമായുള്ള മുദ്രാവാക്യങ്ങൾ, അവരുടെ വാഹനം തടഞ്ഞു നിർത്തിക്കൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. കണ്ണൂരാണ്, K സുധാകരൻ്റെ തട്ടകമാണ്, അദ്ദേഹത്തിൻ്റെ നിരവധി അണികളുള്ള ജില്ലയാണ്. അതൊക്കെ പറയാമെങ്കിൽ കൂടി അത്തരമൊരു സാഹചര്യം ഉണ്ടായത് കോൺഗ്രസിന് ഒരു ക്ഷീണമല്ലേ? തീർച്ചയായിട്ടും ഇപ്പോൾ ബഹുമാന്യനായ KPCC അധ്യക്ഷൻ തന്നെ പറഞ്ഞു, ശ്രീ K സുധാകരൻ അനുകൂലമായി മുദ്രാവാക്യം വിളിക്കുന്നത് സ്വാഭാവികമായി കേരളത്തിലും കണ്ണൂർ മാത്രമല്ല എല്ലാ സ്ഥലങ്ങളും വിളിക്കാറുണ്ട്. തീർച്ചയായും അന്നും അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ മുദ്രാവാക്യം വിളി നടന്നിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ മുദ്രാവാക്യം പോസിറ്റീവായിട്ടാണ് KPCC പ്രസിഡന്റ് ഉൾപ്പെടെ നേതൃത്വം കണ്ടത്. തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിൻ്റെ ഓടുള്ള ആരാധനയും അദ്ദേഹത്തോടുള്ള ആത്മബന്ധമുള്ള ജില്ലയാണ് കണ്ണൂർ. സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തകന്മാരുടെ ഒരു മുദ്രാവാക്യം വിളി മാത്രമായിട്ടാണ് അത് പാർട്ടി നോക്കിക്കണ്ടത് എന്ന് KPCC പ്രസിഡന്റും DC പ്രസിഡന്റും ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് വേറെ കാര്യങ്ങൾ പറയേണ്ടതായിട്ടില്ല. കാരണം കണ്ണൂർ കേരളത്തിലെ കോൺഗ്രസിൻ്റെ എന്നും കരുത്തായ നേതാവാണ് K സുധാകരൻ. അദ്ദേഹത്തിൻ്റെ ആ രാഷ്ട്രീയ പാരമ്പര്യം, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അധികായ്മയൊക്കെ ചോദ്യം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നിലപാടും കോൺഗ്രസിനകത്തില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന് ഇല്ലാത്തൊരു രാഷ്ട്രീയം കണ്ണൂർ രാഷ്ട്രീയത്തിലില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അത്തരത്തിലൊരു സംഭവങ്ങളും നിങ്ങൾ മാധ്യമങ്ങൾ പറയുന്ന പോലെ ഒരു സംഭവങ്ങളും ഇല്ല എന്നുള്ളതാണ് പറയാൻ. പക്ഷേ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ KPCC പ്രസിഡൻ്റൊക്കെ വരുമ്പോൾ അദ്ദേഹത്തിനെ സ്വീകരിക്കുന്നതിന് പകരം അവിടെ ഇല്ലാത്ത ഒരു നേതാവിന് ജയ് വിളിച്ചുകൊണ്ട് ആ വാഹനം തടഞ്ഞു നിർത്തിക്കൊണ്ടുള്ള ഒരു സമീപനങ്ങളൊക്കെയാണ് നമ്മൾ നേരിട്ട് കണ്ടതാണല്ലോ. അപ്പോൾ അത്തരം സമീപനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് രാഷ്ട്രീയമായി മറ്റൊരു തലത്തിലേക്ക് അത് വരാനുള്ള സാധ്യതയുണ്ട് എന്നെങ്കിലും അണികൾ മനസ്സിലാക്കേണ്ടേ? K സുധാകരൻ സ്വാഭാവികമായും ഇത് അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല. അത് യഥാർത്ഥത്തിൽ പാർട്ടിയുടെ പ്രസിഡന്റ് പറഞ്ഞ അപ്പുറത്തേക്ക് ഒരു നിലപാട് പറയാൻ ഞാൻ ആളല്ല. കാരണം സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ KPCC അധ്യക്ഷൻ തന്നെ ആ വിഷയത്തിൽ കൃത്യമായി സ്പഷ്ടമായി പറഞ്ഞിട്ടുണ്ട്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്കുള്ള ഒരു ചർച്ചയിലേക്ക്
ഞാൻ ഏതായാലും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ നിലപാട് ഞാൻ പറഞ്ഞതാണ്, അതിനപ്പുറത്തേക്കുള്ള ചർച്ച ആവശ്യം. ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഒരു ആദ്യത്തെ പോസ്റ്ററിൽ കെ സുധാകരൻ ഒരു ഫോട്ടോ ഇല്ല എന്നുള്ളതാണ്. സ്വാഭാവികമായും ഈ KPCC നേതാക്കന്മാർക്ക് ഒരു സ്വീകരണം എന്നുള്ള രീതിയിൽ കൂടിയാണല്ലോ ഈ സമരസംഗമം ആസൂത്രണം ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് പിന്നീട് സമരസംഗമമായി മാറി. അപ്പോൾ കെ സുധാകരൻ ഇല്ലാത്ത ഒരു ഡേറ്റ് അത് നിശ്ചയിക്കേണ്ടിയിരുന്നു. കെ സുധാകരനും കൂടി ആ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതായിരുന്നില്ലേ? അദ്ദേഹത്തിന് കൂടി സ്വീകാര്യമായ ഒരു ഡേറ്റിൽ ആ പരിപാടി നിശ്ചയിക്കാമായിരുന്നില്ലേ? അല്ല, അതുമായി ബന്ധപ്പെട്ട് DCC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്താ കാര്യങ്ങൾ എന്നുള്ളത്. ആ കാര്യത്തിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങൾ ഞാൻ ആ വിഷയത്തിൽ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം പാർട്ടിയുടെ സ്വാഭാവികമായിട്ട് പാർട്ടി പ്രസിഡന്റ് പറഞ്ഞ വിഷയത്തിനകത്ത് മറ്റൊരു അഭിപ്രായത്തിലേക്ക് ഇപ്പോൾ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും ആ പോസ്റ്ററിൽ ഒരു ഫോട്ടോ വെക്കാത്തതാണ് പ്രശ്നമുണ്ടായത്. ആ ഫോട്ടോ വെക്കാത്തതൊരു വീഴ്ചയായി നേതൃത്വം കരുതുന്നുണ്ടോ? ഇല്ല, പാർട്ടിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ അത് കെ സുധാകരൻ എന്ന് പറയും, ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹം ഒരു ഫ്ലക്സ് ഫോട്ടോയിൽ മാത്രം അല്ലല്ലോ, അദ്ദേഹം കണ്ണൂരിലെ കോൺഗ്രസിൻ്റെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ എല്ലാമാണ്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തന ഹൃദയത്തിൽ ജീവിക്കുന്ന നേതാവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്തൊന്നും ആ കാര്യത്തിനകത്ത് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് DCC പ്രസിഡന്റ് പറഞ്ഞതിന് അനുസരിച്ച് മറ്റ് കാര്യങ്ങൾ ഞാൻ അതിനകത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും അത്തരത്തിലുള്ള ഒരു കെ സുധാകരനെ പോലുള്ള ഒരു നേതാവിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം കണ്ണൂരിൽ സാധ്യമല്ല. അല്ല, അങ്ങനെ കെ സുധാകരൻ കണ്ണൂരിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും കരുത്തനായ നേതാവ്, കോൺഗ്രസിൻ്റെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി പ്രോസമിതി അംഗം, MP ആയ മാത്രം അദ്ദേഹം ഒന്നും ആയില്ലെങ്കിലും കണ്ണൂരിൽ കെ സുധാകരനെ അവഗണിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റുമോ? അങ്ങനെയുണ്ടോ? കണ്ണൂർ അറിയുന്ന ആളുകൾക്ക് അറിയില്ലേ? അതിനൊന്നും അങ്ങനെ ഒരു ചർച്ചയേ ഇല്ല, അങ്ങനെ ഒരു ചിന്തയും ഒരു കോൺഗ്രസ്സുകാരൻ്റെ മനസ്സിനകത്തില്ല. കെ സുധാകരൻ തന്നെയാണ് കണ്ണൂരിലെ കോൺഗ്രസിൻ്റെ എല്ലാറ്റിൻ്റെയും കരുത്ത്. അതിനകത്തൊരു തർക്കമില്ലാത്ത കാര്യമാണ്. പിന്നെ അത്തരം മുദ്രാവാക്യങ്ങളുടെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ലല്ലോ. മുദ്രാവാക്യങ്ങൾ സ്വാഭാവികമായി രാഷ്ട്രീയ എതിരാളികൾക്കൊരു മുദ്രാവാക്യം കെ സുധാകരൻ അനുകൂലമായി മുദ്രാവാക്യം എപ്പോഴും വിളിക്കാറുണ്ട്. അതൊരു വികാരമായി എടുക്കുന്ന, വൈകാരികമായി സുധാകരൻ എന്ന് പറയുന്ന എല്ലാവരും വികാരമാണ് കെ സുധാകരൻ. അപ്പോൾ സ്വാഭാവികം ആ പ്രവർത്തകന്മാർ വിളിച്ച മുദ്രാവാക്യമാണ്. അതിനെ KPCC പ്രസിഡന്റ് തന്നെ പോസിറ്റീവായിട്ട് തന്നെ കണ്ടത്. പിന്നെ അതിനപ്പുറം മറ്റു കാര്യങ്ങൾ വരേണ്ട ആവശ്യമില്ലല്ലോ. കെ സുധാകരൻ ഇപ്പോഴും സജീവമായി തന്നെ നിൽക്കുകയാണോ പാർട്ടിയിൽ? അതിൻ്റെ അദ്ദേഹം ഇപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഇടവേള അദ്ദേഹം ഒരു ചികിത്സയിലായിരുന്നു. അദ്ദേഹം അതിനുശേഷം ഇപ്പോൾ പാർലമെൻറ്റ് യോഗം നടക്കാൻ പോകണം. അദ്ദേഹം കണ്ണൂരിലെ രാഷ്ട്രീയ രംഗത്ത് പ്രത്യേകിച്ച് കണ്ണൂർ കോർപ്പറേഷൻ ഉൾപ്പെടെ ഉള്ള പ്രധാനപ്പെട്ട ചുമതല നേതാക്കന്മാരിൽ കണ്ണൂർ കോർപ്പറേഷൻ ചുമതല അദ്ദേഹത്തിനാണ്. ഇനിയുള്ള ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിൻ്റെ പോരാട്ടത്തിന് മുമ്പിൽ അദ്ദേഹം നയിക്കും. അദ്ദേഹം തന്നെ പറഞ്ഞു, ഇതിൻ്റെ ഈ പിണറായി സർക്കാരിന് താഴെ ഇറക്കിയിട്ട് മാത്രമേ എനിക്ക് വിശ്രമമുള്ളൂ എന്ന് പറഞ്ഞ നേതാവ് പിന്നെ സ്വാഭാവികമായിട്ടും നിങ്ങൾ അങ്ങനെ ചോദിക്കേണ്ട കാര്യം എന്താ? അദ്ദേഹം ഈ പാർട്ടിയുടെ എല്ലാം അല്ലേ, പിന്നെന്താ? ഈ കെ സുധാകരനെ അവഗണിക്കുന്നു എന്നുള്ളൊരു തോന്നൽ ചില കോണുകളിൽ നിന്നൊക്കെ വരുത്തുന്നത് പാർട്ടിക്ക് ദോഷമല്ലേ? അല്ല, അങ്ങനെ അവഗണിക്കുന്നു എന്നുള്ള ഫീലിംഗ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അദ്ദേഹം അങ്ങനെ പറഞ്ഞു, എന്നെ അവഗണിക്കുന്നു പറഞ്ഞില്ലല്ലോ. അദ്ദേഹം പറയാത്ത കാര്യങ്ങൾ പിന്നെ നമ്മളെന്തിനാണ് ചർച്ച ചെയ്യുന്നത്? അങ്ങനെ അവഗണിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അതിനനുസരിച്ചുള്ള പ്രതികരണം എന്തായാലും പാർട്ടിക്ക് ഉണ്ടാവില്ല. അദ്ദേഹത്തെ അവഗണിച്ചിട്ട് കെ സുധാകരനെ അവഗണിച്ചിട്ട് ഈ പാർട്ടിക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും? അങ്ങനെ ആരെയും അവഗണിച്ച് പോകാൻ സാധിക്കും? കെ സുധാകരൻ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടല്ലോ ഈ പാർട്ടിയിൽ. അദ്ദേഹം ഈ ജീവൻ കളഞ്ഞ് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പോരാടി നിന്ന കണ്ണൂരിലെ കോൺഗ്രസിനെ, CPMൻ്റെ കൊത്തളങ്ങൾ ഈ പാർട്ടിയെ ഈ രൂപത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കണ്ണൂരിലെ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർക്ക് ആത്മവിശ്വാസവും കരുത്തും നൽകിയ നേതാവല്ലേ? അദ്ദേഹത്തെ ആരവഗണിക്കാനാണ്? അങ്ങനെ ഒരു ചിന്തയേ ഇല്ല പാർട്ടി. അങ്ങനെ അതൊക്കെ വെറുതെ നിങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വാർത്തക്കപ്പുറത്തേക്ക് അങ്ങനെ ഒരു കാര്യവും അതിനകത്തില്ല. മാധ്യമങ്ങൾക്ക് ഇങ്ങനെ ഈ ഇര ഇട്ടുകൊടുക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വരികയാണ്. കെ സുധാകരനെ മാറ്റി നിർത്താൻ കെൽപ്പുള്ള ആരും ജീവിച്ചിരിപ്പില്ല എന്നുവരെയുള്ള പ്രതികരണങ്ങളൊക്കെ വരികയാണ്. അതൊക്കെയാണ് വാർത്തയായി വരുന്നത്. മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തിയത് കൊണ്ട് കാര്യമുണ്ടോ? സോഷ്യൽ മീഡിയയിൽ പറയുന്ന എല്ലാ കാര്യത്തിലും മറുപടി പറയാൻ പറ്റില്ല. അത് ഓരോ ആളുടെ മാനസിക അവസ്ഥക്കനുസരിച്ച് ഓരോ ആൾ എഴുതുന്നതാണ്. അപ്പോൾ അതിനൊക്കെ മറുപടി പറയാൻ പറ്റും. ഇപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ വരുന്നുണ്ട്, എന്തെല്ലാം എഴുതുന്നുണ്ട്, അപ്പോൾ ഒക്കെ നമുക്ക് അതിനൊക്കെ മറുപടി പറയാൻ പറ്റും. പാർട്ടിയാണല്ലോ അതിന് അത്യന്തം. പാർട്ടിക്കകത്ത് അങ്ങനെ നിലപാടില്ല എന്ന് പാർട്ടിയുടെ ദേശീയ നേതൃത്വമായാലും പാർട്ടിയുടെ KPCC അധ്യക്ഷനായാലും പറഞ്ഞ സ്ഥിതിക്ക് അതല്ലേ പാർട്ടിയുടെ നിലപാട്. അതിനകത്ത് ഇപ്പോൾ ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എഴുതുന്ന അതാണോ പാർട്ടി നിലപാട്? അതല്ലല്ലോ. അതൊക്കെ പല ആൾക്കും പല താല്പര്യങ്ങളും പല ഇതുമുണ്ടാവും. അതിനെക്കുറിച്ചൊന്നും ഇപ്പം കമൻറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ സംഭവം മാറ്റി നിർത്തിയാൽ മറ്റൊരു വലിയ തലവേദന ശശി തരൂരാണ്. ശശി തരൂരിൻ്റെ പ്രസ്താവനകൾ, പ്രത്യേകിച്ച് RSSനെതിരെ BJPക്കെതിരെ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന നേതാവാണ് റിജിൽ മാക്കുറ്റി. ശശി തരൂരിൻ്റെ ഈ നീക്കങ്ങൾ
ആ നിലക്ക് നോക്കുമ്പോൾ, അതായത് RSSന്റെ BJPയുടെ നീക്കങ്ങളെ നഖശിഖാന്തം എതിർക്കുന്ന ഒരു നേതാവ് എന്നുള്ള നിലയിൽ ശശി തരൂരിൻ്റെ ഇപ്പോഴത്തെ നിലപാടുകളെ എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായിട്ടും ഇപ്പോൾ ശശി തരൂർ ഇപ്പോൾ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രവർത്തകസമിതി അംഗമാണ്. അദ്ദേഹം എടുക്കുന്ന നിലപാടുകളെ കുറിച്ചിട്ട് സ്വാഭാവിക ദേശീയ നേതൃത്വം കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ട്. പാർട്ടിയുടെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടും പാർട്ടിയുടെ നിലപാടിനൊപ്പം അദ്ദേഹം നിൽക്കണം എന്നുള്ളത് തന്നെയാണ് പാർട്ടിക്കാരുടെ എല്ലാവരുടെയും അഭിപ്രായം. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായ ഒരിക്കലും നരേന്ദ്രമോദിയുടെ നിലപാടിനോട് യോജിച്ചു പോകുന്ന ഒരാൾക്കും ഇതിനകത്ത് നിൽക്കാൻ സാധിക്കില്ല. RSSൻ്റെ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തോട് ഒരു കാരണവശാലും യോജിച്ചു പോകാൻ സാധിക്കില്ല. അതിനോട് കലഹിച്ചും പോരാടിയും രാഹുൽ ഗാന്ധി ഉൾപ്പെടെ നേതാക്കന്മാർ നടത്തുന്ന പോരാട്ടം നമ്മുടെ മുമ്പുണ്ട്. സ്വാഭാവികമായിട്ടും അതിന് അനുകൂലമായ നിലപാടുകൾ തന്നെ അദ്ദേഹം സ്വീകരിക്കണം. തീർച്ചയായും അദ്ദേഹം പാർട്ടിയുടെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രവർത്തക സമിതി അംഗമെന്ന നിലയിൽ ദേശീയ നേതൃത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ആ കാര്യങ്ങൾ പാർട്ടിയുടെ ബോഡിക്കകത്ത് പറയേണ്ടതായിട്ടുണ്ട്. അത് പാർട്ടി അത് ബന്ധപ്പെട്ട നിലപാട് സ്വീകരിക്കും. അതിനുശേഷം എന്താണ് അഭിപ്രായം എന്നുള്ളത് പറയാൻ സാധിക്കും. ഇപ്പോൾ അദ്ദേഹം പാർട്ടിയുടെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി അംഗമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകളില്ല, നിലപാടിനോടൊന്നും നമുക്ക് യോജിപ്പില്ല. തീർച്ചയായും പറയാം, അങ്ങനെ യോജിക്കാൻ പറ്റുന്ന നിലപാടില്ല എന്നുള്ളത് എനിക്ക് സംശയമില്ലാത്ത കാര്യമാണ്. അങ്ങനെ പാർട്ടിയുടെ നേതൃത്വത്തെയും അതോടെ സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ ഐഡിയോളജിക്കെതിരായിട്ടുള്ള എന്തെങ്കിലും നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നുണ്ട്, അത് ശരിയല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു നിലപാട്. ഈ ഇന്ദിരാഗാന്ധിയെ അടക്കം തള്ളിക്കൊണ്ടാണ് ശശി തരൂർ നീങ്ങുന്നത്, അടിയന്തരാവസ്ഥയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ്. അതോടൊപ്പം തന്നെ ഈ ദേശീയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മോദി ലൈനിലേക്ക് അദ്ദേഹം മാറുന്നു എന്നുള്ള വിമർശനം വരുമ്പോഴും ഒരു ശക്തമായ ഒരു നടപടിയിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രതികരണത്തിലേക്ക് പാർട്ടിക്ക് പോകാൻ കഴിയാത്തത് എന്തുകൊണ്ടായിരിക്കും? അല്ല, പാർട്ടിക്ക് അങ്ങനെ പോകാതിരിക്കാനുള്ള പ്രയാസമൊന്നുമില്ല. ഇപ്പോൾ ഈ അധികായന്മാരായ നേതാക്കന്മാരായ ആളുകളൊക്കെ ഈ പാർട്ടിക്കകത്തുനിന്ന് വിട്ടുപോയിട്ടുണ്ട്. അധികാര സ്ഥാനങ്ങൾക്ക് വേണ്ടി പലരും പോയിട്ടുണ്ട്. സ്വാഭാവികമായി ഈ പാർട്ടിയെ സ്നേഹിക്കുന്നവരുണ്ട് ഈ രാജ്യത്ത്, ഈ പാർട്ടിയുടെ നിലപാട് സ്നേഹിക്കുന്നവരുണ്ട്. അതുകൊണ്ട് ആരും പാർട്ടിക്ക് അതീതരല്ല. സ്വാഭാവികമായും ആ വിഷയത്തിനകത്ത് പാർട്ടി അതിൻ്റേതായ നിലപാടുകൾ സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ്. ആ നിലപാട് സ്വീകരിക്കുന്ന അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് അദ്ദേഹത്തിനെതിരായ ഒരു നടപടിയിലേക്ക് പാർട്ടി പോകാതിടത്തോളം കാലം, അദ്ദേഹം ഇപ്പോഴും ആ ഒരു പദവി ഇരിക്കുന്നിടത്തോളം കാലം അദ്ദേഹം കൂടി ചിന്തിക്കേണ്ട കാര്യം. അദ്ദേഹത്തിൻ്റെ ആ നിലപാടുകളൊക്കെ മാറ്റി പാർട്ടിക്ക് ഒരു അസറ്റാക്കി മാറ്റുക എന്ന ലക്ഷ്യം തന്നെയാണ് പാർട്ടിക്ക് ഇപ്പോഴും. അല്ല, പാർട്ടി ആ രൂപത്തിൽ കാണുന്നുണ്ടാവും. എന്താണ് ദേശീയ നേതൃത്വവുമായി ബന്ധപ്പെട്ട വിഷയം, നമ്മളെപ്പോലെ ആളുകൾ അഭിപ്രായം പറയേണ്ട വിഷയമില്ല. പക്ഷേ നമുക്ക് അഭിപ്രായമുണ്ട്, ഇത്തരം നിലപാടുകൾ ശരിയല്ല എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ PJ കുര്യനും വലിയ തോതിലുള്ള ഒരു പ്രശ്നം ഉയർത്തിക്കൊണ്ടുവന്നത്. യൂത്ത് കോൺഗ്രസിനെ സമരത്തിൽ കാണാനില്ല. ഈ സമര രംഗത്തൊക്കെ SFI ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നത്. അതിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതൊരു സദുദ്ദേശപരമായ ഒരു ഉപദേശമാണെങ്കിൽ അത് സ്വീകരിക്കാൻ മനസ്സില്ല എന്നുപോലും രാഹുൽ മാങ്കൂട്ടത്തിൽ അവരുടെ ഈ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ പുറത്തു വന്നതുമാണ്. അപ്പോൾ വലിയ തോതിലുള്ള പ്രതിഷേധം യൂത്ത് കോൺഗ്രസിനുണ്ട്. ഏറെക്കാലം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന തലത്തിൽ തന്നെ നയിച്ച നേതാവാണല്ലോ റിജിൽ മാക്കുറ്റി. യൂത്ത് കോൺഗ്രസ് സമരരംഗത്ത് സജീവമല്ല എന്ന PJ കുര്യൻ്റെ ആ വിമർശനം എങ്ങനെയാണ് കാണുന്നത്? അതൊരിക്കലും ശരിയല്ല. യൂത്ത് കോൺഗ്രസിൻ്റെ സമരം ശക്തമല്ല എന്ന് പറയുന്നതോട് ഒരു യോജിപ്പുമില്ല. കാരണം ഇപ്പോൾ സമീപകാലത്തെ ഈ 9 വർഷക്കാലത്തെ ഭരണത്തിനകത്ത് യൂത്ത് കോൺഗ്രസ് നടത്തിയതുപോലെയുള്ള സമരങ്ങൾ, അതിൻ്റെ ഭാഗമായി അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങൾ, അതിൻ്റെ ഭാഗമായി അനുഭവിക്കേണ്ടി വന്ന ക്രൂരമായ അക്രമങ്ങൾ, പോലീസിൻ്റെ അതോടെ CPMൻ്റെ അതിക്രമങ്ങളെല്ലാം നേരിട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഈ ഒരു 9 വർഷക്കാലം ഈ കേരളത്തിനകത്ത് മുമ്പോട്ട് പോയത്. ശ്രീ ഷാഫി പറമ്പിലിൻ്റെ കമ്മിറ്റിയിൽ ഉപാധ്യക്ഷനായി നിന്ന ഞങ്ങളുടെ കമ്മിറ്റി ഉൾപ്പെടെ തുടർച്ചയായി വന്ന ശ്രീ രാഹുലിൻ്റെ കമ്മിറ്റിയുടെ ഭാരവാഹികൾ ഉൾപ്പെടെ അതിനകത്തുള്ളവരും ഇപ്പോഴുള്ളവരും എല്ലാം നമ്മളൊന്നിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായവർ, അവരൊക്കെ അനുഭവിച്ച പീഡനങ്ങൾ നമുക്കറിയാലോ. നമ്മൾ ആരെങ്കിലും ഭയപ്പെട്ട്, CPMനെ ഭയപ്പെട്ട്, അല്ലെങ്കിൽ പോലീസിനെ ഭയപ്പെട്ട് യൂത്ത് കോൺഗ്രസ്സുകാർ സമരം ചെയ്യാതിരുന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയാലോ. ഞാൻ ഉൾപ്പെടെ എൻ്റെ പേരിൽ എത്ര കേസുണ്ടെന്ന് എനിക്കറിയില്ല. കേരളത്തിലെ പല ജില്ലകളിലും എനിക്ക് കേസുകളുണ്ട്. സ്വാഭാവികമായും പോലീസുമായി ബന്ധപ്പെട്ട സമരങ്ങളുണ്ട്. കേരളയിൽ ഉൾപ്പെടെയുള്ള വിഷയത്തിനകത്ത് യൂത്ത് കോൺഗ്രസ് എടുത്ത നിലപാട്, അന്നത്തെ നടന്ന CPMൻ്റെ അതിക്രമങ്ങൾ ഏറ്റുവാങ്ങിയ ഒരാളാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹി എന്ന നിലയിലാണ് അന്ന് ക്രൂരമായ അക്രമങ്ങൾ എനിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എന്നെക്കാളും കൂടുതൽ അക്രമത്തിന് ഇരയായവർ കണ്ണൂർ ജില്ലയിലെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാരായ ആളുകളുണ്ട് എന്ന് നമുക്കെല്ലാം അറിയാം. തലപൊട്ടിയ രക്ഷാപ്രവർത്തനം നടത്തിയതിൻ്റെ ഭാഗമായി മാടായിലെ സുധീഷ് ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകന്മാരെ ഇത്ര ക്രൂരമായി, പെൺകുട്ടികളെ പോലും അതിക്രൂരമായി കണ്ണൂരും അതോടൊപ്പം ആലപ്പുഴയിലും കേരളത്തിലെമ്പാടും പോലീസിൻ്റെ ക്രൂരമർദ്ദനം, പോലീസിൻ്റെ കക്കിയണിഞ്ഞ CPMൻ്റെ ഗുണ്ടകൾ എന്ന് പറയുന്ന പോലീസുകാർ ആക്രമിച്ചത്, CPMമാർ ആക്രമിച്ചത്, DYFIക്കാർ ആക്രമിച്ചത്, ഇപ്പോഴും അതിൻ്റെ അതിക്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അങ്ങനെയൊന്നും പറയുന്നത് ഇപ്പോൾ സ്വാഭാവികമായും വിമർശനങ്ങളൊക്കെ നമുക്ക് പാർട്ടിക്കകത്ത് നടത്താം.
പക്ഷേ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വെച്ച് ഒരു സംഘടനയെ അതിൻ്റെ ആത്മധൈര്യത്തെ തകർക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രസ്താവന മുതിർന്ന കോൺഗ്രസ് നേതാവ് ശ്രീ പി ജെ കുര്യൻ നടത്തി ശരിയല്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് അഭിപ്രായം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് പറയേണ്ടായ വേദികളുണ്ട്. സ്വാഭാവികമായി ഒരു ഇന്നർ മീറ്റിങ്ങൾ സംഘടനയെ വിമർശിക്കാം. എല്ലാം സംഘടനയ്ക്ക് സ്തുതിപാടുന്ന ആളുകളൊന്നുമല്ലോ. ഇപ്പോൾ സ്തുതിപാഠകന്മാരുടെ സംഘടനയിൽ യൂത്ത് കോൺഗ്രസ് കൃത്യമായ നിലപാട് പറഞ്ഞു. പക്ഷേ ഒരു മാധ്യമങ്ങളുടെ മുമ്പിൽ വിളിച്ച് വേദിയിലിരുത്തി ചാനലിൽ മാത്രം കാണുന്നവരാണെന്നൊക്കെ പറയുമ്പോൾ ചാനലിൽ കാണുന്നത് സ്വാഭാവികം ഇന്നത്തെ രാഷ്ട്രീയം സ്വാഭാവികമായിട്ട് നിലപാട് പറയും ചാനലിൽ പോകുന്നുണ്ടാവും. അതിനേക്കാളേറെ തലപൊട്ടിയവൻ്റെയും കൈപൊട്ടിയവൻ്റെയും കാലുപൊട്ടിയവൻ്റെയും വേദനകൾ ഈ ചാനലിൽ കാണില്ല. ഇത്ര യൂത്ത് കോൺഗ്രസ്സുകാരെ കാണുന്നില്ലേ നമ്മൾ? അപ്പോൾ അവർ സമരം ചെയ്തിട്ടല്ലേ, അവർക്കൊക്കെ എന്തെങ്കിലും നേടിയിട്ടാണ് ഈ പാർട്ടിക്കകത്ത് MLA ആകുമെന്നോ MP ആകുമെന്നോ പഞ്ചായത്ത് മെമ്പർ ആകുമോ ഒന്നും ആഗ്രഹിച്ച് വന്നവരല്ല. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഈ പോരാട്ടം നടത്തിയവരാണ്. അവർക്ക് നാളെ എന്തെങ്കിലും ഒരു സുഖം കിട്ടുമെന്ന് ആഗ്രഹിച്ചിട്ട് ഈ പ്രസ്ഥാനത്തോട് സ്നേഹിച്ച് മാത്രം എല്ലാം നഷ്ടപ്പെടുത്തി അവരൊക്കെ വരുന്ന ഓരോ യൂത്ത് കോൺഗ്രസ്സുകാരൻ്റെ പ്രയാസങ്ങൾ നമുക്കറിയാൻ അത്രയും പ്രയാസപ്പെട്ട് ജീവിതപരമായ പ്രയാസങ്ങളും അതോടൊപ്പം എല്ലാ പ്രതിസന്ധികളും അതിജീവിച്ചുകൊണ്ടാണ് ഓരോ ചെറുപ്പക്കാരും ഈ പ്രസ്ഥാനത്തിനകത്ത് കടന്നു വരുന്നത്. ഈ പാർട്ടി അധികാരത്തിൽ വന്നാൽ ഈ പറയുന്ന ആളുകളെയൊക്കെ തന്നെ അംഗീകരിക്കുമെന്ന് പോലും നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. കാരണം സ്വാഭാവികമായും അധികാരം കിട്ടിക്കഴിഞ്ഞാൽ നിലപാടുകൾ മാറുന്നൊരു രാഷ്ട്രീയം കോൺഗ്രസിനകത്ത് ഉണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ പറയുന്നത് അങ്ങനെ അധികാരം ആഗ്രഹിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും നാളെ നേടാമെന്നോ അവിഹിതമായി നേടാമെന്നോ ഒന്നും ആഗ്രഹിച്ചല്ല ഇതിനകത്ത് പാർട്ടിയുടെ KSUക്കാരും യൂത്ത് കോൺഗ്രസ്സുകാർ കടന്നു വരുന്നത്. ഈ പ്രസ്ഥാനത്തോടുള്ള സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും ഈ പ്രസ്ഥാനത്തോടുള്ള ആദരവിൻ്റെയും ഭാഗമായി ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് വരുന്നവരാണ്. അവരുടെ ആത്മധൈര്യം അല്ല ആത്മവിശ്വാസം തകർക്കാൻ ഇത്തരം പ്രസ്താവനകൾ ശരിയല്ല. കടുത്ത വിയോജിപ്പ് ഞാൻ ഉൾപ്പെടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു പ്രസ്താവന PJ കുര്യൻ നടത്തുമ്പോൾ അത് ശരിയല്ല എന്ന് നേതാക്കൾ പറയേണ്ടിയിരുന്നില്ലേ? പ്രത്യേകിച്ച് VD സതീശൻ, KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അത് തിരുത്തേണ്ടതായിരുന്നില്ലേ? അത് ഉണ്ടാവാത്തത് നിങ്ങളെപ്പോലുള്ള നിരവധി അക്രമങ്ങൾക്ക് ഇരയായ പ്രവർത്തകർക്ക് വേദനയുണ്ടാക്കുന്ന കാര്യമല്ലേ? അല്ല, അത് സ്വാഭാവികമായും ഇപ്പോൾ KPCC പ്രസിഡന്റ് ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാലത്തും ഏത് കാലത്തായാലും സംഘടനാപരമായിട്ടുള്ള വീഴ്ചകളൊക്കെ എല്ലാവരും പരിപൂർണമായി നേടി എല്ലാ സംഘടനാപര സുസജ്ജമായ ഒരു സംഘടനയാണെന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല. പരിമിതമായ ഒരുപാട് പ്രതിസന്ധികളിൽ നിന്നാണ് ഈ പാർട്ടി മുമ്പോട്ട് പോകുന്നത്. ആ പരിമിതി കോൺഗ്രസിനുണ്ട്, KSUവിനുണ്ട്, കോൺഗ്രസിനുണ്ട്. നമ്മൾ സമ്മതിക്കേണ്ട കാര്യമാണ്. അതിൻ്റെ ആ പരിമിതിക്കകത്തു നിന്നാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പരിമിതിക്കകത്ത് ചെയ്തത് കൊണ്ട് തന്നെയാണ് KSUക്കാർ യൂത്ത് കോൺഗ്രസ്സുകാർ ഉൾപ്പെടെ നടത്തിയ അവർ തെരുവിലൊഴുക്കി ചോരയുടെ ഗുണം തന്നെയാണ് ഇന്ന് ഈ പാർട്ടിക്കകത്ത് കിട്ടിയ ആത്മവിശ്വാസം തെരഞ്ഞെടുപ്പുകൾ ജയിക്കുന്നത്. സ്വാഭാവികം അവിടെയൊക്കെ യൂത്ത് കോൺഗ്രസിൻ്റെ സമരമില്ലേ, തെരഞ്ഞെടുപ്പ് രംഗത്തായാലും എല്ലാം നടത്തിയ പോരാട്ടങ്ങൾ അല്ല യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെ ഒക്കെ പ്രവർത്തകന്മാരുടെ ചോരയുടെ ഇതില്ലേ, വെറുതെ ഇരുന്നിട്ട് സംസാരിച്ചതുകൊണ്ട് മാത്രമല്ല. PJ കുര്യനൊക്കെ ഈ യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ നേതൃനിരയിൽ ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം പോലും അല്ല ഇപ്പോൾ. അന്ന് കേരളത്തിലായാലും കേന്ദ്രത്തിലായാലും അധികാരങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് അതൊന്നും ഇല്ലാത്ത കാലത്താണ് ഈ സംഘടനാ പ്രവർത്തനം. അതെങ്കിലും PJ കുര്യൻ ഓർക്കണമായിരുന്നു അല്ലേ? അതാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴത്തെ ഒരു എന്ത് നാളെ കിട്ടും അല്ലെങ്കിൽ നാളെ ഈ പാർട്ടിയുടെ അധികാരത്തിലേക്ക് അങ്ങനല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെ പാർട്ടി പോകും. തിരിച്ചുവരവിൻ്റെ ഒരു പാതയിലാണ്. ഇപ്പം ജനങ്ങൾ പാർട്ടിയുടെ തിരിച്ചുവരവിനെ ആഗ്രഹിക്കുന്നു. അതിനെ കോലിട്ടിളക്കാൻ ഇത്തരത്തിൽ പ്രസ്താവനകൾ ചെയ്യുന്നത് ശരിയല്ല. കാരണം ഇവരൊക്കെ എല്ലാ അധികാരത്തിൻ്റെ എല്ലാ സോപാനങ്ങളിലും ഇരുന്നവരാണ്. അധികാരത്തിൻ്റെ ഉത്തുംഗ ശ്രേണിയിലും അധികാരത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും നേടിയവരാണ്. ഇതിൻ്റെ ഈ സമ്പന്ന കാലത്ത് ഈ പാർട്ടിയുടെ എല്ലാ ആനുകൂല്യങ്ങളും നേടിയ ആളുകളാണ്. അവർ ഇപ്പോൾ ഇങ്ങനെ വിമർശിക്കുമ്പോൾ അപ്പോൾ അവരുൾപ്പെടെയുള്ള നേതൃത്വത്തിനും ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ എത്തിയതിൻ്റെ അവസ്ഥക്ക് പങ്കുണ്ട് എന്നുള്ളത് അവർ കൂടി ബോധ്യപ്പെടുത്തണം. നമ്മളെ യൂത്ത് കോൺഗ്രസ്സുകാരും KSUക്കാരും അല്ലല്ലോ ഈ പാർട്ടിയെ ഇതുപോലെ ഈ രൂപത്തിലാക്കി. ആ നേതൃത്വത്തിനും പങ്കുണ്ട്. അപ്പോൾ അവരൊക്കെ വലിയ ഞങ്ങളുള്ള ആ സമയത്ത് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അത് പൊതുസമൂഹത്തിന് മുമ്പിൽ പറഞ്ഞതിനോട് യോജിപ്പില്ല. തെറ്റുകളുണ്ടാവാം, വീഴ്ചകളുണ്ടാവാം, അത് തിരുത്തണം, അത് ചോദ്യങ്ങൾ ചോദിക്കണം, അത് പറയേണ്ട വേദികളിൽ പറയണം എന്നുള്ളതാണ്. ഒരു യൂത്ത് കോൺഗ്രസിന്റെ ഒരു യോഗത്തിലോ അടച്ചിട്ട ഒരു മുറിയിലോ ആണ് PJ കുര്യൻ ഇത് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് വിമർശനങ്ങൾ ഇപ്പം സംഘടനാപരമായ വിമർശനങ്ങൾ വിമർശിക്കാനുള്ള ബോഡികളില്ലേ, രാഷ്ട്രീയ ബോഡികളില്ലേ? അപ്പോൾ ഇന്നർ ബോഡികൾ രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ്. അതോടൊപ്പം തന്നെ വേദികൾ ഒരുപാടുണ്ട്. ആ വേദികളിലൊക്കെ ഇരുന്ന് സംസാരിക്കാമല്ലോ. ഇങ്ങനെ പബ്ലിക്കിനോട് പറയണ്ടല്ലോ. എന്നിട്ട് തിരുത്തിയില്ലെങ്കിലല്ലേ നിങ്ങളിങ്ങനെ ഇതൊക്കെ ഒരു എതിരാളികൾക്ക് ഒരു വടി കൊടുക്കുന്ന രൂപത്തിൽ ആക്ഷേപിക്കുന്ന രൂപത്തിന്. കാരണം അത്രയേറെ പ്രതിസന്ധികൾ മുമ്പോട്ട് പോകുമ്പോൾ അത്രയും പ്രയാസപ്പെട്ട് കണ്ണില്ലാത്ത യൂത്ത് കോൺഗ്രസ്സുകാരുണ്ട്, കയ്യും കാലും ഇല്ലാത്തവരുണ്ട്. എനിക്കിപ്പോൾ നമ്മുടെ ബിലാൽ എന്ന് പറയുന്ന തൊടുപുഴയിലെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് കഴിഞ്ഞ് ഞങ്ങളുടെ അദ്ദേഹത്തിന് കണ്ണ് നഷ്ടപ്പെട്ടതാണ്, കൈ പോയവരാണ്. എത്ര ചെറുപ്പക്കാർ ചെവി കേൾക്കാത്തവരുണ്ട്, എത്ര ശാരീരികമായ പീഡനം അനുഭവിക്കുന്നവരുണ്ട്. അത്രയും ആളുകളില്ലേ? അല്ല ഈ പാർട്ടിക്ക് വേണ്ടിയല്ലേ? അവരൊക്കെ ഒന്ന് ആലോചിക്കണ്ടേ? എത്ര രക്തസാക്ഷികളുണ്ട് ഈ പാർട്ടിക്ക് വേണ്ടി? ശോഭനെ പോലെയുള്ള ആളുകൾ ഈ പാർട്ടി എന്തെങ്കിലും നേടിയിട്ടാണോ ഈ പാർട്ടിക്ക് വേണ്ടി പിടഞ്ഞു വീണ് മരിച്ച ശരത്തിലായാലും കൃപേഷായാലും?
അവരൊക്കെ ഈ പാർട്ടിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ പിടഞ്ഞു വീണ രക്തസാക്ഷികളല്ലേ, അവരൊക്കെ ഓർമ്മിക്കണ്ടേ. അപ്പോൾ ഒരു അടച്ചങ്ങ് ആക്ഷേപിക്കുന്നത് ഒരിക്കലും അത് അദ്ദേഹത്തിൻ്റെ ഒരു സെൽഫ് കോൾ അടിച്ച് എന്നതിനപ്പുറത്തേക്ക് അതിനെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. ഈ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇപ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ഇനി അത്രയും മാസങ്ങൾ, ഏതാണ്ട് 3 മാസം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. പാർട്ടി സജ്ജമായോ? പാർട്ടി ഇപ്പോൾ ജില്ലയിലായാലും കേരളത്തിലായാലും പാർട്ടി അതിശക്തമായി മുമ്പോട്ട് പോകണം. ഈ ഭരണവിരുദ്ധ വികാരം അതിശക്തമാണ്. നിങ്ങളൊക്കെ എന്തൊക്കെ ഇതിനകത്ത് കാര്യങ്ങൾ പറഞ്ഞാലും, ഇവിടെ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ പ്രചാരവേല നടത്തിയാലും, PR വർക്കിലൂടെ പ്രചാരവേല നടത്തിയാലും ജനങ്ങൾ അതിശക്തമായി പ്രതിഷേധം ഈ തിരഞ്ഞെടുപ്പിനകത്ത് കാണിക്കും. അത്രയേറെ പ്രതിസന്ധിയും പ്രയാസവും ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ കണ്ട തിരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ഉണ്ടായ വികാരം എന്താ? ഇപ്പോൾ ഒടുവിൽ നിലമ്പൂർ ഉൾപ്പെടെ സ്വരാജിനെ പോലെ അധികായനായ CPM-ൻ്റെ ഏറ്റവും ശക്തനായ നേതാവ് വന്നിട്ട് പോലും അവിടെ ഭരണവിരുദ്ധ വികാരത്തിലാണ്, അതിശക്തമായി വിരുദ്ധ വികാരം അവിടെ ഉണ്ടായി എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാ സ്ഥലത്തും ഉണ്ട്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനകത്തുണ്ട്, അത് ഇപ്പോഴും ഉണ്ട്. തീർച്ചയായും പാർട്ടി ഒരു ഒറ്റക്കെട്ടായി UDF മുന്നണി ഒരു മനസ്സായി ഒന്നിച്ചിറങ്ങിയാൽ കണ്ണൂരിലെ കോട്ടകൾ, ഇപ്പോൾ തളിപ്പറമ്പിൽ K. സുധാകരൻ 8000-ൽ പരം ലീഡുള്ള മണ്ഡലമാണ് തളിപ്പറമ്പ്. അവിടെയും വോട്ട് ചെയ്തത് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ കുത്തുന്ന ആളുകൾ തന്നെയാണ് കൈപ്പത്തിൽ കുത്തിയത്. കാലാകാലമായി അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ഇപ്പോൾ സ്വാഭാവികമായും അങ്ങനെ മാറ്റി കുത്താമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടി അണികൾ പോലും ഇപ്പോൾ ഈ കണ്ണൂരുണ്ട്. ധർമ്മടത്തും അതോടൊപ്പം മട്ടന്നൂരും 60-നും 49-നും ഒക്കെ ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് അവർ ഭൂരിപക്ഷം ഗണ്യമായി കുറഞ്ഞാൽ അവിടെ ഇരട്ട വോട്ടും മറ്റേ നമ്മുടെ ഓപ്പൺ വോട്ട് ഉൾപ്പെടെ അവർ നടത്തിയതുകൊണ്ടാണ് ആ ഭൂരിപക്ഷം. യഥാർത്ഥത്തിലുള്ള ഇലക്ഷൻ നടന്നാൽ ചിലപ്പോൾ മട്ടന്നൂരും ധർമ്മടവും ഒക്കെ UDF ലീഡാകും. അത്രയൊരു സാഹചര്യം ഉണ്ട് അവിടെ. ഇപ്പോൾ ഇന്നലകളിൽ അരിവാളിന് കുത്തിയ ആളുകളൊക്കെ തന്നെ മാറ്റി ചിന്തിക്കുന്ന അവസ്ഥ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് പ്രതിഫലിക്കും. അതുകൊണ്ട് പാർട്ടി ഇപ്പോൾ ശക്തമായി ഇതിൻ്റെ പാർട്ടിയുടെ താഴെത്തട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ വളരെ നന്നായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രവർത്തനങ്ങൾ ഒന്നിച്ചു ഒറ്റക്കെട്ടായി ഒരു അസ്വാരസ്യങ്ങളില്ലാതെ നേതൃത്വവും അതോ പാർട്ടി ഒറ്റക്കെട്ടാണ്, മുന്നണി ഒറ്റക്കെട്ടാണെന്ന് ബോധ്യപ്പെട്ടാൽ വലിയ വിജയങ്ങൾ കണ്ണൂർ ഉൾപ്പെടെ കേരളത്തിൽ UDF-ന് നേടിയെടുക്കാൻ പറ്റുന്ന രാഷ്ട്രീയ സാഹചര്യമാണ്. ഈ തളിപ്പറമ്പിൽ ഉൾപ്പെടെ മറ്റ് പല മണ്ഡലങ്ങളിലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ UDF-ന് വോട്ട് കിട്ടിയിട്ടുണ്ട്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ആ വോട്ടിംഗ് പാറ്റേൺ വെച്ച് ആ ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോയാൽ UDF-ന് ജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? അതായിരിക്കുമോ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുന്ന ഒരു വോട്ടിംഗ് പാറ്റേൺ? അല്ല, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനകത്ത് ഒരു വോട്ടിംഗ് പാറ്റേൺ ഉണ്ട്. ഞാൻ പറഞ്ഞത് അത് സ്വാഭാവികമായും ദേശീയ നേതൃത്വത്തിന് BJP-ക്കെതിരെയുള്ള വലിയ മൂവ്മെൻറ്റ് കേരളത്തിലുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു പ്രതിഷേധം തന്നെ സംസ്ഥാന സർക്കാരിനെതിരെ ഉണ്ടായിട്ടുണ്ട്. ആ രണ്ടും കൂടിയാണ് ആ വലിയ രൂപത്തിലേക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും പാർട്ടി ഗ്രാമങ്ങളിലെ ആളുകൾ പോലും മാറ്റി ചിന്തിക്കണമെങ്കിൽ 2019 നിന്ന് അവിടെ ഒരു കൊറോണയുടെ ഒരു ആനുകൂല്യം ഈ സർക്കാർ, എല്ലാവർക്കും അറിയാം, അതിൻ്റെ ആനുകൂല്യം സർക്കാരുകൾ കിട്ടിയിട്ടുണ്ട്. ആ ആനുകൂല്യങ്ങൾ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അതിനകത്ത് ഒരു അനുകൂലമായ അവസ്ഥ ഉണ്ടായത്. ഇപ്പം അതില്ല. ഇപ്പം അങ്ങനെ ഒരു അനുകൂല സാഹചര്യത്തിലേക്കില്ല എന്ന് പാർട്ടി അണികളായ സാധാരണക്കാരായ കമ്മ്യൂണിസ്റ്റുകാർ പോലും പറയുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. അത്രയേറെ ദുരിതപരമായ ജീവിത സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകണം. വികസനം എന്നൊക്കെ പറയുമ്പോൾ അടിസ്ഥാനപരമായി ഞാൻ ചോദിക്കും, ഞാനിപ്പോൾ നമ്മൾ ഒരു തൊഴിൽ മേഖലയിൽ ഒരു ഹോട്ടൽ നടത്തുന്നവരാണ്. ഇപ്പോൾ വെളിച്ചെണ്ണയുടെ വില എത്രയാണ് നിങ്ങൾ മനസ്സിലാക്കും. സാധാരണക്കാരനോട് നിങ്ങൾ വലിയവായി വികസനം പറയുന്നത്, അവൻ്റെ വീട്ടിൽ അടുപ്പ് പുകയണമെങ്കിൽ അവൻ്റെ വീട്ടിൽ വാങ്ങുന്ന സാധനങ്ങളുടെ വില, അത് കമ്മ്യൂണിസ്റ്റുകാരനായാലും കോൺഗ്രസ്സുകാരനായാലും മറ്റ് മുസ്ലിം ലീഗുകാരനായാലും ഒക്കെ അവരുടെ വീടുകളിൽ അന്നം തിന്നണ്ടേ? ആ അന്നം തിന്നാനുള്ള സാഹചര്യം ഉണ്ടോ? ഇപ്പോൾ വിലക്കയറ്റം വെളിച്ചെണ്ണയുടെ മാത്രമല്ല, ഓരോ നിത്യോപയോഗ സാധനങ്ങളുടെ വില ഇങ്ങനെ കുതിച്ചു വരികയല്ലേ. സമീപകാലത്ത് തേടി ഉണ്ടായിട്ടുണ്ടോ? ആ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ എങ്ങനെയാണ് ഈ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുക? നിങ്ങൾ മറ്റു രാഷ്ട്രീയം വിട്, നിങ്ങൾ വികസന രാഷ്ട്രീയം വിട്. അവനവൻ്റെ അടുപ്പിൽ തീ പോകാൻ പറ്റാത്ത സാഹചര്യമാണ് ഈ കേരളത്തിനകത്ത് നിന്നുകൊണ്ടിരിക്കുന്നത്. ആശുപത്രിയുടെ അവസ്ഥ നമുക്കറിയാം. മരുന്നില്ലാതെ എത്ര ആശുപത്രികളുണ്ട്. ഈ കണ്ണൂർ ജില്ലാ ആശുപത്രിയുടെ അവസ്ഥ എന്താ? എക്സ്റേ യൂണിറ്റിൻ്റെ നിലച്ചിൽ എത്രയും മാസമായി. ഇവർ പറയുന്നത് കെട്ടിടങ്ങളൊക്കെ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട് കാര്യമുണ്ട്. അവിടെ അടിസ്ഥാനപര സൗകര്യം വേണ്ടേ? അവിടെ പല PHS ഡോക്ടർമാരുണ്ടോ? പാരസെറ്റമോൾ ഗുളിക പോലും കിട്ടാത്ത എത്രയോ PHSകളില്ലേ? അപ്പോൾ ജനങ്ങൾ അടിസ്ഥാനപരമായി ബാധിക്കുന്ന ജനങ്ങളുടെ വിഷയങ്ങൾ, അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ കൃത്യമായി കൊടുക്കാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഇതൊക്കെയാണ് ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. നിങ്ങൾ ഈ പറയുന്ന വികസനം എന്ന് പറഞ്ഞതുകൊണ്ട് ആ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വികസനം ഇവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ്. UDF ഉണ്ടാക്കിയിട്ടുള്ള വികസനത്തിൻ്റെ അകത്ത് അതിൻ്റെ കൂടെ അതും ഈ 9 കൊല്ലം കൊണ്ട് തീർക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ 9 കൊല്ലമായി ഇങ്ങനെ ഒച്ചിടിയുന്ന പോലെ ഇഴഞ്ഞ് പൂവലെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കണ്ടേ? വിദ്യാഭ്യാസ രംഗത്തെ അവസ്ഥ എന്താ നമുക്കറിയാം. ഇപ്പോൾ പ്രതിസന്ധി നമ്മൾ കാണുന്നില്ലേ?
ഇവിടെ അതുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ വീഴ്ചയല്ലേ? 2021 ആരോഗ്യവും വിദ്യാഭ്യാസവും ആയിരുന്നു സർക്കാരിന്റെ ഏറ്റവും വലിയ ഒരു തുരുത്തുചീട്ട് എന്ന് പറയുന്നത്. ഇപ്പം ഈ ഒരു പ്രതിസന്ധി പ്ലസ് ടു കഴിഞ്ഞ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത് അവരനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസമല്ലേ? എത്ര ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെയാണ് ഇത് ബാധിച്ചിട്ടുള്ളത്? സർക്കാരിൻ്റെ തലതിരിഞ്ഞ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമല്ലേ? അപ്പോൾ പരിഹരിക്കേണ്ടതാരാ? വിദ്യാഭ്യാസ ഇതുപോലെ കുളമായൊരു വിദ്യാഭ്യാസ രംഗം, ഇതുപോലെ കുളമായ ഒരു ആരോഗ്യരംഗം സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല. ഇത്രയും ഒരു ഏകാധിപതിയും ധിക്കാരിയ ഒരു ആരോഗ്യമന്ത്രി എവിടെയും കണ്ടിട്ടുണ്ടോ? ധാർഷ്ട്യവും ധിക്കാരമല്ലേ അവർക്ക്? ജനങ്ങളുമായി ഇടപെട്ട ഒരു മന്ത്രിയുടെ നിലപാടിൽ നിന്നാണോ അവരുടെ പെരുമാറ്റം വന്നിട്ടുള്ളത്? അങ്ങനെയല്ലല്ലോ. സ്വാഭാവിക ഇതൊക്കെ ജനങ്ങൾ. ശൈലജ ടീച്ചർ മെച്ചമായിരുന്നു. അല്ല, ആ കാലത്തിൽ പോലും കൊറോണയുടെ കാലത്ത് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ പോലും ആ നടന്ന അഴിമതിയൊക്കെ കുറിച്ചൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഓരോ രീതിയുണ്ട്. ഇപ്പം ഞാൻ ഒരാളെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ വീണ ജോർജിൻ്റെ ധിക്കാരവും ധാർഷ്ട്യവും അഹങ്കാരവും തലക്കനവും ഞാൻ എന്തോ ആണ്, മറ്റുള്ളവർക്ക് മുമ്പിൽ ഞാൻ എന്തോ ആണെന്നുള്ള ധിക്കാരമായ ധാരണയാണ് ഉൾപ്പെടെയാണ് അവരുടെ നിലപാട്. അവർ പാർട്ടിക്കാർക്ക് പോലും അവരോട് നന്നായി പെരുമാറാൻ പറ്റുന്നില്ല എന്ന് പത്തനംതിട്ടയിലെ ജില്ലയിലെ പാർട്ടിക്കാർ പറയുന്നു. പിന്നെയാണോ നാട്ടിലെ ജനങ്ങളുടെ അവസ്ഥ? പാർട്ടിക്ക് അതീതമായി മുമ്പോട്ട്. അപ്പോൾ അവരെയൊക്കെ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയുടെ വീണ എന്ന് പറയുമ്പോൾ പിണറായി വിജയന് ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ വീണ മാറിപ്പോൾ മകളെ വീണയുടെ അഴിമതിയായാലും ഇപ്പോൾ ഈ മന്ത്രി വീണയുടെ ഈ പ്രശ്നങ്ങളായാലും നടപടിയെടുക്കാൻ വീണ ഒരു വീക്ക്നെസ്സാണ് ആയിരിക്കും മുഖ്യമന്ത്രിക്ക്. അതാണ് പ്രശ്നം. ഈ വീണ്ടും മൂന്നാമതും പിണറായി എന്നൊക്കെയാണല്ലോ പിണറായി വീണ്ടും മത്സരിക്കുന്നത് UDF ഗുണം ചെയ്യുമോ? പിണറായി വിജയൻ മത്സരിക്കുന്നത് ഏറ്റവും നല്ലത്. അദ്ദേഹം മത്സരിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ജനപിന്തുണ എന്താണെന്ന്, അദ്ദേഹത്തിൻ്റെ ഇനി ക്യാപ്റ്റനാണോ അല്ലെങ്കിൽ മറ്റേ കാലാളാണോ അല്ലെങ്കിൽ മറ്റേ ചേകവരാണോ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ നോക്കാം നമുക്ക് എന്തായാലും ഈ തെരഞ്ഞെടുപ്പ്. പിണറായി വിജയനും കൂടി മത്സരിക്കും. പിണറായി വിജയനാണ് നിലമ്പൂരിൽ വന്നത്, വൻ പ്രചരണം നടത്തി. ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം പരാജയപ്പെട്ടില്ലേ? അദ്ദേഹം നയിച്ച ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം വലിയ പരാജയത്തിലേക്ക് പോയില്ലേ ഇടതുപക്ഷം? അപ്പോൾ അദ്ദേഹത്തിന് തന്നെ വരണം. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, പ്രത്യേകിച്ച് ഇപ്പം BJPയും സംഘപരിവാറുമായി അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ രവതാ ചന്ദ്രശേഖർ എന്ന് പറയുന്ന കൂത്തുപറമ്പ് വെടിവെപ്പ് കേസിലെ പ്രതിയെന്ന് അവർ ആരോപിക്കപ്പെടുന്നത്. ആ കേസ് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിപ്രായമുണ്ട്. UDF ഭരിക്കുമ്പോഴാണ് മന്ത്രിയെ കൊല്ലാൻ വന്നപ്പോഴാണ് സ്വാഭാവികമായും വെടിവെപ്പ് ഉണ്ടായത്. അത് പോലീസ് ഉദ്യോഗസ്ഥൻ ഡ്യൂട്ടി ചെയ്തു എന്നുള്ളതാണ്. അയാൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അന്നത്തെ പാർട്ടിയുടെ MLA ആയിരുന്ന, പാർട്ടി സെക്രട്ടറി ആയിരുന്നില്ല, MLA ആയിരുന്ന പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞ അദ്ദേഹത്തിന് പ്രസംഗം പുറത്തു വരികയാണ്. രവതാ ചന്ദ്രശേഖരനേക്കാളും സീനിയോറിറ്റിയുള്ള ഈ ലിസ്റ്റിലുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു, 2 ആളുകളുണ്ടായിരുന്നു. എന്തുകൊണ്ട് അവരെ വെച്ചില്ല? യോഗേഷ് ഗുപ്തയും അതോടൊപ്പം വെച്ചില്ല, അഗർവാളും അല്ലേ? എന്താ വെക്കാത്തത്? അപ്പോൾ അവരെ വെക്കാതിരിക്കുകയും ഈ പറയുന്ന അഗർവാളെ വെക്കുകയും ചെയ്യുമ്പോൾ, രവതാ ചന്ദ്രശേഖർ വെക്കുകയും ചെയ്യുമ്പോൾ അതിനകത്ത് RSSൻ്റെ പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ സെക്യൂരിറ്റി വിഭാഗത്തിൽ നിന്നുള്ള ഒരാൾ, പ്രധാനമന്ത്രിയുടെ സെക്യൂരിറ്റി വിഭാഗത്തിലേക്ക് ഒരാളെ നിശ്ചയിക്കണം. അദ്ദേഹത്തെ കൃത്യമായി രാഷ്ട്രീയം നോക്കൂലേ? സ്വാഭാവികമല്ലേ? അപ്പോൾ അത്തരം ഒരാളെ കേരളത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അതിനകത്ത് പിണറായി വിജയൻ്റെ താല്പര്യം എന്താണെന്ന് ഈ നാട്ടിലെ സാധാരണക്കാരെ അണികളുടെ മനസ്സിലുണ്ട്. ജയരാജൻ പറഞ്ഞുപോയി. അദ്ദേഹത്തെ വിരട്ടിയതുകൊണ്ട് അദ്ദേഹം മാറ്റി. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ചിന്തിക്കുന്ന ലക്ഷക്കണക്കിന് അണികൾ, കാരണം കൂത്തുപറമ്പ് രക്തസാക്ഷികളെ അവരുടെ പാർട്ടി രക്തസാക്ഷികളായി കാണുന്ന സാധാരണക്കാരായ ഇവിടുത്തെ DYFIക്കാരും പാർട്ടിക്കാരുമായ ആളുകൾ ഇതിനെതിരെ ശക്തമായ വിയോജിപ്പ് അവർ ഉണ്ട്. പക്ഷെ അവർക്ക് പറഞ്ഞുകൂടാ, പ്രതികരിക്കാം. അവർക്ക് ഒരു ഓപ്പൺ ജനാധിപത്യം ഇല്ലാത്തതുകൊണ്ട് പറയാൻ 51 വെട്ടി കൊല്ലുന്നതുകൊണ്ട് അവർ അനങ്ങാത്തതുകൊണ്ടാണ്. തെരഞ്ഞെടുപ്പ് അവർ പ്രതികരിക്കും, ഉറപ്പാണ്. നോക്കിക്കോളൂ. ജയരാജൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അംഗീകരിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾ ഈ പാർട്ടിക്കാർ. അധികാരത്തിൻ്റെ ഭാഗമായി KK രാഗേഷും അന്ന് സമരം നയിച്ച MV ജയരാജനൊക്കെ പിണറായി വിജയനെ ഇത് ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ പോലും പാർട്ടി അണികൾ, സാധാരണക്കാരാൾ ജയരാജൻ്റെ കൂടെയാണ് ഈ വിഷയത്തിൽ എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. വലിയ തിരിച്ചടി UDF LDFന് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന് തന്നെയാണോ കരുതേണ്ടത്? പിന്നെ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു പാർട്ടി നേതാവ്, CPM അണികൾ കാണുന്നത് എന്തിനും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. അയാളുടെ വ്യക്തിപരമായ താല്പര്യത്തിനും അയാളുടെ മകളുടെ സംരക്ഷിക്കുന്നതിനും വേണ്ടി, മകളുടെ അഴിമതിയും സംരക്ഷിക്കുന്നതിന് വേണ്ടി നരേന്ദ്രമോദിയുടെ നാവായി അദ്ദേഹം പ്രവർത്തിക്കുകയല്ലേ? അതല്ലേ കാണുന്നത്? മലപ്പുറം ജില്ലയെക്കുറിച്ച് അദ്ദേഹം ഡൽഹിയിൽ പോയി ഹിന്ദു പത്രത്തിന് കൊടുത്ത ഇൻ്റർവ്യൂ അതെന്തടിസ്ഥാനത്തിലാണ്? അത് ഏത് നിലപാട്? സംഘപരിവാർ പറയുന്ന കാര്യമാണല്ലോ അദ്ദേഹം അവിടെ പോയി പറഞ്ഞു കൊടുത്തത്. അപ്പോൾ അങ്ങനെ ഇദ്ദേഹം ഇപ്പോൾ എടുക്കുന്ന വിഷയങ്ങൾ, അതോടൊപ്പം തന്നെ ഇപ്പം സമീപകാലത്തുണ്ടായ ഒരു വിഷയം കൂടി, ഈ ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ ചോദിക്കുമെന്ന് എനിക്കറിയില്ല. ആ വിഷയത്തിൽ പോലും ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഒരു പ്രൊപ്പഗൻഡ ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കി, ഒരു ഭീകരവാദ CPM ഇവിടെ ഉണ്ടാക്കി, ഇവിടെ ഒരു ഇസ്ലാമോഫോബിയക്ക് ഇവർ കോപ്പുകൂട്ടുകയാണ്. ഇവിടുത്തെ അണികളെ, CPM അണികളെ കൃത്യമായി RSSൻ്റെ ഒരു ആശയത്തിലേക്ക്, മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരികയാണ്. ബംഗാളിൽ സംഭവിച്ചത്
അവിടെ മമത വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അണികൾ മുഴുവൻ ബി ജെ പിയിലേക്കാണ് പോയത്. നിങ്ങൾ നോക്കൂ, ഇവിടെ CPM തകർച്ച വന്നാൽ ഈ CPM പാർട്ടി ഗ്രാമ അണികൾ മുഴുവൻ RSSലേക്ക് പോകാൻ അവരെ പാകപ്പെടുത്തിയിരിക്കുന്ന നിലപാടാണ് CPM എടുത്തിരിക്കുന്നത്. തീക്കൊള്ളി കൊണ്ടാണ് CPM ഇപ്പം രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നത്. ജമാഅത്ത് ഇസ്ലാമി അതൊരു ഒരു ഇസ്ലാം വിരുദ്ധ രാഷ്ട്രീയത്തെ അവർ കൊണ്ടുവരികയാണ്. അതിൻ്റെ ഏറ്റവും വലിയ പ്രയോക്താവും ഗുണഭോക്താവും ആകാൻ പോകുന്നത് BJP ആണ്. അപ്പോൾ സ്വാഭാവികമായി തങ്ങളെ അധികാരം നിലനിർത്താൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. സ്വന്തം അധികാരത്തിന് വേണ്ടി, മകളുടെ സംരക്ഷണത്തിന് വേണ്ടി, കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി RSSന് കേരളത്തെ ആഭ്യന്തര വകുപ്പും RSSന് കേരളത്തെ പാട്ടത്തിന് കൊടുത്തൊരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അത് തെരഞ്ഞെടുപ്പിനകത്ത് കൃത്യമായി ചർച്ച ചെയ്യപ്പെടും. ഈ ഭരണവിരുദ്ധ വികാരം ഇങ്ങനെ അതിശക്തമായി അലയടിക്കും എന്ന് പറയുമ്പോൾ കൂടി ഈ BJP ഏതെങ്കിലും തരത്തിൽ കേരള നിയമസഭയിൽ വീണ്ടും ഒന്നിൽ കൂടുതൽ സീറ്റിലേക്ക് എത്താനുള്ളൊരു സാധ്യതയുണ്ടോ? ഏതെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ഇക്കാര്യത്തിൽ നടക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് UDF ഭയപ്പെടുന്നുണ്ടോ? ഓക്കെ, ഞങ്ങൾ P ജയരാജനാണ് ശരിയെന്ന് പറഞ്ഞത്. ഞാൻ ഈ നിലപാടിൻ്റെ ഭാഗം ഇപ്പം പാർട്ടിക്കകത്ത് അണികളെടുക്കുന്ന നിലപാടെക്കുറിച്ചാണ് പറഞ്ഞത്. P ജയരാജനോട് കൃത്യമായ രാഷ്ട്രീയ നിലപാടുള്ള ഒരാളാണ് ഞാൻ, അത് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ പിന്നെ ഈ BJPക്ക് കേരളത്തിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം വരാനുള്ള സാഹചര്യമില്ല. കാരണം BJP ഒരു കോർപ്പറേറ്റ് സംവിധാനത്തിൻ്റെ ഭാഗമായി നിൽക്കുകയാണ്. അവർ രാഷ്ട്രീയ അജണ്ടയെക്കുറിച്ചും നമുക്കറിയാം. ഇപ്പോൾ ഒരു ചക്ക വീണ് മുയൽ ചത്തു എന്നതിൻ്റെ പേരിൽ തൃശ്ശൂർ ജയിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ സാഹചര്യം വേറെയാണ്. അവിടെയും ഈ പറയുന്നത് പോലെ ഒരു കളം ഒരുക്കി കൊടുത്തതാണ്. തൃശ്ശൂർ പൂരം കലക്കാനുള്ള കളം ഒരുക്കി കൊടുത്തത് ഈ ഗവൺമെൻറ്റും ആഭ്യന്തര വകുപ്പുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഭാഗമായി രക്ഷപ്പെട്ടു പോയ കാര്യമാണ്. അല്ലാതെ കേരളത്തിൽ BJPക്ക് ഒരു അക്കൗണ്ട് തുറക്കേണ്ട സാഹചര്യമില്ല. കാരണം രണ്ട് ഗവൺമെൻറ്റുകളും ജനദ്രോഹപരമായ നിലപാട് സ്വീകരിക്കുകയാണ്. ഇപ്പം മോദി ഭരിച്ചതുകൊണ്ട് ഇവിടെ എന്താ ഗുണം? ഈ പറയുന്ന വിലക്കയറ്റം ഉൾപ്പെടെ എല്ലാ വിഷയങ്ങളും, തൊഴിലായ്മ ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമല്ല. അത് BJPയെ ബാധിക്കുന്ന വിഷയമാണ്. BJP കേന്ദ്രത്തിൽ ഭരിക്കുന്നൊരു പാർട്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായും BJPയുടെ ഒരു പുതിയ പ്രസിഡന്റ് വന്നപ്പോൾ അവർ പറഞ്ഞു വലിയതാണ്. പക്ഷേ അതിനെ കൊണ്ടൊന്നും കേരളത്തിലെ ജനങ്ങൾ പിന്നെ ഈ ബിസിനസ്സുകാരനൊക്കെ രാഷ്ട്രീയത്തിൽ വന്ന് ഈ ബിസിനസ്സിൻ്റെ ഭാഗമായി അല്ല, കമ്പനിയൊന്നും അല്ലല്ലോ, ഇപ്പോൾ പാർട്ടി അങ്ങനെ കൊണ്ടുപോകുമ്പോൾ അതൊന്നും അംഗീകരിക്കുന്ന ആളുകളല്ല. അതുകൊണ്ട് BJPയുടെ ഈ വർഗീയ രാഷ്ട്രീയത്തെ, വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തെ കേരളം അംഗീകരിക്കില്ല എന്നുള്ളത് വസ്തുതയാണ്. ഒരിക്കലും അവർക്ക് ഒരു ഇഞ്ച് 0 നിന്ന് 0 പോകാമെന്നല്ലാതെ ഒരു സീറ്റ് പോലും ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കിട്ടില്ല. പക്ഷേ CPMന് BJP വോട്ട് നൽകാനുള്ള ഈ CJP മുന്നണി, കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്ന ഒരു സംവിധാനം പാലക്കാടിന് ശേഷം ഉണ്ട് എന്നുള്ളത്. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം CPMനെ ജയിപ്പിക്കുന്നതാണ്. കാരണം ഒരു യോഗി ആദിത്യനാഥോ അല്ലെങ്കിൽ BJPയുടെ ഫട്നാവിസോ ഉൾപ്പെടെ ചെയ്യാത്ത കാര്യമാണ് പിണറായി വിജയൻ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് വരണം എന്നുള്ളതാണ് ആരാഗ്രഹിക്കുന്നത്? BJP ആഗ്രഹിക്കുന്നത്. കാരണം അവർക്കൊരു റിമോട്ട് കൺട്രോൾ ഭരണം ഇവിടെയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ വോട്ട് അവർക്ക് BJPയും CPMയും തമ്മിൽ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായി അവർ കൊടുക്കുമോ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ട് നടന്നിട്ടുണ്ട്. അത് ഇത്തവണയും നടക്കാൻ സാധ്യതയുണ്ടാവും. പക്ഷേ അതിനെയൊക്കെ അതിജീവിക്കാനുള്ള കരുത്ത് ഈ നാട്ടിലെ ജനങ്ങളുണ്ട്. ആ ജനങ്ങൾ ഈ എല്ലാ കൂട്ടുകെട്ടുകളെ അതിജീവിക്കും. നേരത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യം പറഞ്ഞല്ലോ. ഈ വെൽഫെയർ പാർട്ടിയെ UDF ഇങ്ങനെ ഒരു അസോസിയേറ്റ് അംഗത്തെ പോലെ കരുതിക്കൊണ്ട് പോകുന്നത് അതൊരു നിങ്ങളുടെ രാഷ്ട്രീയത്തെ, നിങ്ങളുടെ നയത്തിന് അനുകൂലമായ ഒരു സാഹചര്യം തന്നെയാണോ? ജമാഅത്തെ ഇസ്ലാമി പോലെ മത രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യുന്ന ഒരു സംവിധാനത്തെ, അതിൻ്റെ രാഷ്ട്രീയ പാർട്ടിയെ UDF പോലുള്ള ഒരു പാർട്ടി അതിൻ്റെ ഒപ്പം കൂട്ടുക എന്ന് പറയുന്നത് ശരിയായ നടപടിയാണോ? ഈ മതേതരത്വ ചിന്തയുള്ള കോൺഗ്രസ്സുകാരുണ്ടാവില്ലേ? അവർ എന്ത് കരുതും? അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ആ ജമാഅത്ത് ഇസ്ലാമി നിങ്ങൾ ഈ പറയുന്നുണ്ടെങ്കിൽ അവർ നടത്തിയിട്ടുള്ള ഏതെങ്കിലും തരം ഈ പറയുന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? അവർ സംഘടന ഈ രാജ്യത്തുണ്ട്. സ്വാഭാവികമായിട്ട് ആ ജമാഅത്ത് ഇസ്ലാമിയുടെ പാർട്ടി രൂപീകരിക്കുന്നതിന് മുമ്പേ അവരുമായി സന്ധി ചെയ്യവരും അവരുമായി ഒന്നിച്ച് മത്സരിക്കുകയും മുക്കം പഞ്ചായത്ത് ഉൾപ്പെടെ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ ഒന്നിച്ച് ഭരിക്കുകയും ചെയ്ത ആളുകൾ CPM ആണ്. ജമാഅത്ത് ഇസ്ലാമിയുടെ കോഴിക്കോട് ഓഫീസിൽ പോയി അമീറുമായി ചർച്ച നടത്തിയത് ഇന്നത്തെ മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി പിണറായി വിജയനാണ്. ജമാഅത്ത് ഇസ്ലാമിയായിട്ടുള്ള രാഷ്ട്രീയ ബാന്ധവത്തെ ന്യായീകരിച്ചുകൊണ്ട് ദേശാഭിമാനി ലേഖനം എഴുതിയ CPM ആണ്. അപ്പോഴൊന്നുമില്ലാത്തൊരു പ്രശ്നം ഇപ്പോൾ സ്വാഭാവികമായും ഇടതുപക്ഷത്തിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരായി ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ച് വരുമ്പോൾ സ്വാഭാവികമായും അതിനകത്ത് വോട്ട് ചെയ്യുന്നവരെ നമ്മളെന്തിനാണ് ഇതാക്കേണ്ടത്? അവർ അത്തരത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തിന് ഇന്ന കാര്യങ്ങളുണ്ട്, അവർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഈ രാജ്യത്ത് RSS നടത്തിയതുപോലെ കൂട്ടക്കൊല, അതോടൊപ്പം തന്നെ ISS നടത്തുന്ന പ്രവർത്തനങ്ങൾ, അങ്ങനെ എന്തെങ്കിലും ഇതിനകത്ത് ജമാഅത്ത് ഇസ്ലാമി ബന്ധപ്പെട്ട് കൂടി കാണാൻ പറ്റുമോ? ഇത് പ്രൊപ്പഗൻഡ ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ ഈ ലോകത്ത് മുഴുവൻ ഒരു ഇസ്ലാമോഫോബിയ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിന് വലിയ സാമ്പത്തിക ശക്തികളുണ്ട്, വലതുപക്ഷ ശക്തികളുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗം അതിപ്പോൾ കേരളത്തിൽ CPM ഏറ്റെടുത്തിരിക്കുകയാണ്. ജമാഅത്ത് ഇസ്ലാമിയെ കാണിച്ച് സംഘപരിവാറിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അവരെ ആ രൂപത്തിലേക്കുള്ള പ്രചാരവേല നടത്തുന്നു എന്നുള്ളതാണ്.
നിങ്ങൾ പരിശോധിക്കണം. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അത് കേവലം ജമാഅത്ത് ഇസ്ലാമിയോടല്ലത്, കേരളത്തിലെ മുസ്ലിം സമുദായത്തിനെതിരെയുള്ള കടന്നാക്രമണം RSSന് വേണ്ടി CPI ചെയ്തു കൊടുക്കുന്ന പണിയാണ്. അത് അംഗീകരിക്കാൻ പറ്റുമോ എന്നുള്ളത് ഈ നാട്ടിലെ യഥാർത്ഥത്തിലുള്ള ആളുകൾ, മതേതരവാദികൾ ചിന്തിക്കേണ്ട വിഷയമാണ്. അക്കാര്യത്തിൽ ഒരു അഭിപ്രായ ഭിന്നതയോ ഏതെങ്കിലും തരത്തിലുള്ള ആശയക്കുഴപ്പമോ കോൺഗ്രസിനില്ല? അല്ല, അതൊക്കെ പാർട്ടി UDFും അതോടൊപ്പം തന്നെ പിന്നെ പാർട്ടിയും ഒക്കെ നേതൃത്വം എടുക്കേണ്ട നിലപാടുകളാണ്. തീർച്ചയായും പാർട്ടി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ് ചെയ്യുമ്പോൾ അത് പറയാമെന്നല്ലാതെ ഇപ്പോൾ സ്വാഭാവികമായും ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, ഇത്തരത്തിലുള്ള പ്രചാരവര നടത്തി ഈ രാജ്യത്തെ പ്രത്യേകിച്ച് കേരളത്തിൽ ഇസ്ലാമോഫോബിയ ഉണ്ടാക്കുന്ന ഈ CPMൻ്റെ നിലപാട് അത് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കും. അത് വസ്തുതയാണ്. CPM അതിൽ നിന്ന് പിന്മാറണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഈ നമ്മൾ ഒന്നുകൂടി കണ്ണൂരിലെ പൊതുവായ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ വന്നാൽ, ഇപ്പോൾ കണ്ണൂരിൽ 2 സീറ്റാണ് ഇപ്പോൾ UDFനുള്ളത്. അത് എത്ര സീറ്റാക്കി വർദ്ധിപ്പിക്കാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസമാണ് ഇപ്പോഴുള്ളത്? കണ്ണൂരിൽ നമ്മൾ 2 സീറ്റിൽ നിന്ന് ചിലപ്പോൾ 6 or 7 സീറ്റിലേക്ക് ജയിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. ആ രൂപത്തിൽ ജയിച്ചു കയറാൻ പറ്റുന്ന രാഷ്ട്രീയ അനുകൂല സാഹചര്യമുണ്ട്. 2 or 3 സീറ്റുകൾ മാത്രമേ നമുക്ക് ചിലപ്പോൾ ബാലികര മലയാവും. ഇപ്പോൾ മട്ടന്നൂരിൽ ഇത്രയും ആളുകൾ വോട്ട് ചെയ്യണമെങ്കിൽ, ധർമ്മടത്തെ ആളുകൾ വോട്ട് ചെയ്യണമെങ്കിൽ അത് കെ സുധാകരനാണ് വോട്ട് ചെയ്യുന്നത്. CPMൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശത്രുവായ, എക്കാലത്തെ ശത്രു എന്ന് പ്രഖ്യാപിച്ച കെ സുധാകരന് കൈപ്പത്തിയിൽ ഈ ആളുകളൊക്കെ വോട്ട് ചെയ്ത് 2019 ചെയ്തു. ഞാൻ പറയട്ടെ, അതിൻ്റെ രാഷ്ട്രീയ സാഹചര്യം മാറിയല്ലോ. ആ ഒരു സാഹചര്യത്തിൽ CPMൻ്റെ അണികൾ, ഞാൻ കൂത്തുപറമ്പ് രക്തസാക്ഷികളോട് പോലും നീതി കാണിക്കാത്ത ആ രക്തസാക്ഷികളുടെ ഓർമ്മകളെപ്പോലും പിന്നെ ചവിട്ടി മതിച്ചുകൊണ്ട് അന്ന് നേതൃത്വം ഈ പാർട്ടി പറഞ്ഞ, ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിപ്രായമുണ്ട് ആ വിഷയത്തിനകത്ത്, പാർട്ടി കൊലക്കേസിൽ പ്രതിയാക്കണമെന്ന് പറഞ്ഞ ഒരാളെ അയാളെ എല്ലാ മാനദണ്ഡങ്ങളും മറികടന്ന് DGP ആക്കി കൊണ്ടുവരുമ്പോൾ കൂത്തുപറമ്പിലെയും അതോടെ ധർമ്മടത്തെയും പെരളശ്ശേരിയിലെയും അതോടെ പിണറായിലെയും ഈ നാട്ടിലെ സഖാക്കൾ, ആത്മബോധമുള്ള, ആത്മവിശ്വാസമുള്ള, അല്ലെങ്കിൽ പാർട്ടിയെ നെഞ്ചേറ്റുന്ന സഖാക്കൾ ഒന്ന് മാറി ചിന്തിക്കൂലേ? ഈ നമ്മൾ അത്തരം വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ UDFനെ ഉറപ്പായും ജയിക്കാൻ കഴിയും എന്ന് കരുതുന്ന 2 സീറ്റുകൾ, അന്ന് അഴീക്കോടാണ്, ഒന്ന് കണ്ണൂരാണ്. കണ്ണൂർ 2 തവണയാണ് UDFന് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് നിങ്ങൾക്കുണ്ടാക്കിയ ക്ഷീണം ചെറുതല്ല. കണ്ണൂരിൽ ആ 2 തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചു എന്നാണ് പാർട്ടി വിലയിരുത്തിയത്? ഇല്ല, കണ്ണൂർ മാത്രമല്ല, കണ്ണൂർ അഴീക്കോട് നമ്മുടെ സീറ്റായിരുന്നു, 2 സീറ്റ് പോയി. കേരളത്തിൽ ഒരു ഇടതുപക്ഷ അനുകൂല തരംഗം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായി ആ ഇടതുപക്ഷ അനുകൂല തരംഗത്തിൽ പിന്നെ 2000 വോട്ടിനും 3000 വോട്ടിനും 4000 വോട്ടിനൊക്കെ പരാജയപ്പെട്ട ഒരുപാട് മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ കണ്ണൂർ 2 തവണയും പരാജയപ്പെട്ടു എന്നുള്ളത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ക്ഷീണമാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആ ഒരു സ്ഥാനാർത്ഥിയെ, ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ നമ്മൾ ചെറുതായി കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികം അതൊക്കെ സംഘടനാപരമായിട്ടുള്ള ഒരു നമ്മളെ വേണ്ട രീതിയിൽ അതിൻ്റെ പ്രചാരവേലക്ക് മുമ്പോട്ട് പോകാനും പ്രത്യേകിച്ച് ആ രൂപത്തിലേക്കുള്ള ഒരു ക്യാമ്പയിനിലേക്ക് പോയില്ല എന്നുള്ളതാണ്. കടന്നപ്പള്ളിയെ വേണ്ടത്ര മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല പാർട്ടിക്ക്. അത് 2 തവണയും അതുകൊണ്ടാണല്ലോ അദ്ദേഹം ജയിച്ചത്. അപ്പോൾ സ്വാഭാവികം നല്ല ഭൂരിപക്ഷ അടിത്തറയുള്ള മണ്ഡലമാണ്. അതിനനുസരിച്ച് നമുക്ക് ആ രൂപത്തിലേക്ക് വോട്ട് പോകാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, ഒരു ഇടതുപക്ഷ തരംഗം ഈ 2 ഗവൺമെൻറ് കാലത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തരംഗത്തിലാണ് തീർച്ചയായും ഈ സീറ്റുകളൊക്കെ തോറ്റുപോയത്. UDFന് അനുകൂലമായ തരംഗമാണ്. ഒരിക്കലും കണ്ണൂർ അഴീക്കോടൊന്നും തോക്കാൻ പോകുന്ന സീറ്റുകളല്ല, നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കാൻ പറ്റുന്ന സീറ്റുകളാണ്. അത് തർക്കമില്ലാത്ത കാര്യമാണ്. പിന്നെ തെരഞ്ഞെടുപ്പിനകത്ത് സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഇത്തരം സീറ്റുകളിലൂടെ ഒരുപാട് സീറ്റുകൾ ഇപ്പോൾ കേരള നിയമസഭ എടുത്ത് പരിശോധിച്ചാലുണ്ട്. അപ്പോൾ അതൊക്കെ തിരിച്ച് കൊണ്ടുവരാൻ, നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കുന്ന, എല്ലാ പരാജയത്തെയും വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഈ മുമ്പ് ഒരിക്കൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലൊക്കെ KPCC പ്രസിഡൻ്റായിരുന്ന കെ സുധാകരനോട് ഞാൻ തന്നെയാണ് ഒരു ചോദ്യം ചോദിച്ചത്, ഈ റിജിൽ മാക്കുറ്റിയുടെ ഒരു കാര്യം. അന്ന് അദ്ദേഹം പറഞ്ഞ ഒരു മറുപടിയുണ്ട്, റിജിൽ മാക്കുറ്റിയെ ഞങ്ങൾ ഉറപ്പായ ഒരു സീറ്റിൽ മത്സരിപ്പിക്കുമെന്നൊരു ഉറപ്പ് കെ സുധാകരൻ അന്ന് നൽകിയിരുന്നു. അന്ന് എൻ്റെ ഓർമ്മ റിജിൽ മാക്കുറ്റിയോ അന്ന് അവിടെ ഉണ്ടായിരുന്നു എന്നാണ്. ഈ ഉറപ്പ് പാലിക്കപ്പെടുന്നില്ല. തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങൾ വരുമ്പോൾ റിജിൽ മാക്കുറ്റിയെ പോലുള്ള ഇങ്ങനെ അടികൊണ്ട് മർദ്ദനമേറ്റ് ഇങ്ങനെ പാർട്ടിക്ക് വേണ്ടി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന യുവ നേതാക്കളൊക്കെ തള്ളപ്പെട്ടു പോകുന്നു. സ്ഥിരമായി മത്സരിക്കുന്ന ആളുകൾക്ക് മാത്രം സീറ്റ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഒരു ഉടച്ച വാർക്കൽ ഇക്കാര്യത്തിൽ പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കും ഒക്കെ പ്രാതിനിധ്യം നൽകുന്ന രീതിയിലേക്ക് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയ സംവിധാനം മാറണം എന്നൊരാവശ്യം ഇല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയി ഇപ്പോൾ KPCC മെമ്പറായി നിൽക്കുന്ന പാർട്ടിയുടെ പദവിയാണ്. ഞാൻ സാധാരണ റിജിൽ മാക്കുറ്റി എന്ന എന്നെ കേരളത്തിലും അതോടൊപ്പം തന്നെ ഈ ജില്ലയിലും എനിക്കൊരു പേര് തന്ന പാർട്ടി കോൺഗ്രസ്സാണ്.
എൻ്റെ 26ാമത്തെ വയസ്സിലാണ് തലശ്ശേരി കോടിയേരി ബാലകൃഷ്ണൻ മത്സരിക്കുന്നത്. അപ്പോൾ അത്രയും ചെറുപ്പത്തിൽ എനിക്ക് പാർട്ടി അന്ന് എന്നെ പരിഗണിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും എൻ്റെ പാർട്ടിയുടെ പരിഗണന കിട്ടിയ ഒരാളാണ്. ഇപ്പോൾ സംഘടനാപരമായി എനിക്ക് കിട്ടിയിട്ടുണ്ട്. സീറ്റുകൾ ഇപ്പോൾ സ്വാഭാവികമായും കിട്ടുക അല്ലെങ്കിൽ ജയിക്കുക എന്നുള്ളതൊക്കെ അത് ഓരോ ആളുടെ ഓരോ സാഹചര്യത്തിനനുസരിച്ചിട്ടാണ്. പക്ഷേ അങ്ങനെ പാർട്ടി അവസരം തന്നിട്ടുണ്ട്. പാർട്ടി എന്നെ KPCCയുടെ മെമ്പർ വരെ ആക്കിയിട്ടുണ്ട്. അതിനകത്ത് സ്വാഭാവികമായും പാർട്ടി തീരുമാനിക്കുക എവിടെ മത്സരിക്കണമെന്ന് പാർട്ടി തീരുമാനിച്ചാൽ പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. അവിടെ മത്സരിക്കാൻ സ്വാഭാവിക പാർട്ടിക്കാരൻ എന്നതിൽ ഞാൻ ഇന്ന സീറ്റ് വേണം അല്ലെങ്കിൽ ഇന്ന കിട്ടിയത് കൊണ്ട് മാത്രം ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് ആഗ്രഹിക്കുന്ന ആളല്ല. ഒന്നും പ്രതീക്ഷിക്കാതെയാണ് ഈ പാർട്ടിക്ക് പ്രവർത്തിക്കും ഒന്നും പ്രതീക്ഷിക്കാതെയാണ് ഞാനൊക്കെ സംഘടനാ രംഗത്ത് വന്നത്. നാളെ MLA ആവുമോ നാളെ MP ആവുമോ എന്നൊന്നും നമ്മളെ മുമ്പിൽ ചിന്തയില്ല. പാർട്ടി ഓരോ അവസരത്തിൽ എടുക്കുന്ന ഏത് സ്ഥാനമാണോ തരുന്നത് അതിന് നീതിയോടുകൂടി എനിക്ക് എൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിക്ക് അനുകൂലமான പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ്. അതിനകത്ത് ഞാനൊരു കോംപ്രമൈസും ഞാൻ ചെയ്യാറില്ല. സ്വാഭാവികം എന്നെ അറിയുന്ന ആളുകൾക്കും അതെനിക്കറിയാം. അതാണ് എൻ്റെ ഒരു രാഷ്ട്രീയപരമായ കൈമുതൽ. ഇനി പാർട്ടിയാണ് അതൊക്കെ തീരുമാനിക്കേണ്ടത്, ആരൊക്കെ മത്സരിക്കണം, ആർക്ക് സീറ്റ് കൊടുക്കണം എന്നൊക്കെ ഉള്ളത്. ഈ കണ്ണൂർ പിടിച്ചെടുക്കാൻ കഴിയും. റിജൽ മാക്കുറ്റിയെ പോലുള്ള ഒരു സ്ഥാനാർത്ഥി അവിടെ മത്സരിച്ചാൽ കണ്ണൂർ ഉറപ്പായും ജയിക്കാൻ കഴിയുമെന്ന് പല ആളുകളും യൂത്ത് കോൺഗ്രസിൻ്റെ തന്നെ നേതാക്കളൊക്കെ പറയുന്നുണ്ട്. പിടിച്ചെടുക്കാൻ കഴിയുമോ കണ്ണൂർ? കണ്ണൂരിൽ ആര് മത്സരിച്ചാലും കണ്ണൂർ സീറ്റ് ജയിക്കാൻ പറ്റും. കണ്ണൂർ ജയിക്കാൻ പറ്റുന്ന രാഷ്ട്രീയ റിജൽ മാക്കുറ്റി എന്ന വ്യക്തിയല്ല, പാർട്ടിയാണ് ആരെ തീരുമാനിക്കുക. പാർട്ടി തീരുമാനിച്ച ആരായാലും ഇവിടെ ജയിക്കാൻ പറ്റും. ഇത്തവണ എന്തായാലും പിടിച്ചെടുത്തിരിക്കും. ഞങ്ങൾ ഇത്തവണ ഈ പറയുന്ന 8ഓളം സീറ്റുകൾ കണ്ണൂരിൽ നമ്മൾ തിരിച്ചു പിടിക്കാനുള്ള രാഷ്ട്രീയ പോരാട്ടത്തിലാണ്. ആ പോരാട്ടത്തിൻ്റെ ഭാഗമാണ് അതിൽപ്പെട്ട സീറ്റാണ് കണ്ണൂർ. ആ സീറ്റ് നമ്മൾ എല്ലാ സീറ്റും നമ്മൾ ജയിക്കുന്ന രൂപത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അവിടെ റിജിൽ മാക്കുറ്റി എന്ന വ്യക്തിയല്ല, പാർട്ടിയുടെ കാൻഡിഡേറ്റാണ്. ആ കാൻഡിഡേറ്റിനെ ജയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ ഉണ്ടാവും. ഈ അഴീക്കോട് കഴിഞ്ഞ തവണ KM ഷാജിയുടെ അദ്ദേഹം അവിടെ മത്സരിക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള വലിയ തോതിലുള്ള പ്രചരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം അത്തരം പ്രചരണങ്ങൾ അവിടെ ഒരു തിരിച്ചടിയായിട്ടുണ്ടോ? KM ഷാജിയുടെ ആ നിലപാടുകൾ അവസാന കാലത്ത് അദ്ദേഹം ഇവിടെ മത്സരിക്കില്ല എന്ന് അദ്ദേഹം തന്നെ ഉറപ്പിച്ച മണ്ഡലത്തെ കുറച്ച് ശ്രദ്ധിച്ചില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വിമർശനങ്ങളൊക്കെ ലീഗിൽ തന്നെ ഉണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ അഴീക്കോട് ഒരു തിരിച്ചടിയായിട്ടുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഇടതുപക്ഷത്തിന് അനുകൂലമായ തരംഗത്തിലാണ് അഴീക്കോടും കണ്ണൂരൊക്കെ പോയത്. അപ്പോൾ ആ സാഹചര്യം മാറി. ഇനി അത് തിരിച്ച് അഴീക്കോട് ഉൾപ്പെടെ തിരിച്ചു കിട്ടാൻ തളിപ്പറമ്പ് ഉൾപ്പെടെ നമുക്ക് ജയിക്കാൻ പറ്റും, കല്യാശ്ശേരി ഉൾപ്പെടെ നമുക്ക് ജയിക്കാൻ പറ്റുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലേക്കാണ് കടന്നു വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ ഘട്ടത്തിലുള്ള രാഷ്ട്രീയ പരിതസ്ഥിതിയോ രാഷ്ട്രീയ സാഹചര്യവുമല്ല ഇന്ന് എന്ന് നിങ്ങളൊരു മാധ്യമപ്രവർത്തകൻ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, പ്രത്യേകിച്ച് രാഷ്ട്രീയം നോക്കുന്ന ആളുകൾക്ക് അറിയാലോ. അതുകൊണ്ട് വളരെ കൃത്യമായി ഇന്നലകളിൽ പാർട്ടിനെ കുറിച്ച് ചിന്തിക്കാതെ ഒരു പോരാട്ടവുമായി ഒരു ക്ലീൻ ഇതിലങ്ങ് നമ്മളങ്ങ് ഇറങ്ങിയാൽ നമുക്ക് ജയിക്കാം. ജനങ്ങൾ UDFനോടൊപ്പം, അത് ജനങ്ങളുടെ വിശ്വാസമാണ്. അതിനെ തകർക്കുന്ന രൂപത്തിൽ പാർട്ടിയുടെ ഭാഗത്തുനിന്നും മുന്നണി ഭാഗത്തുനിന്നും ഒന്നും നെഗറ്റീവായൊരു കാര്യം വരാതിരിക്കുക. ഈ പാർട്ടി ഒറ്റക്കെട്ടാണ് എന്നും ബോധം ജനത്തിന് കൊടുക്കുക. ഈ അനാവശ്യമായ വിവാദങ്ങളും അനാവശ്യമായ പ്രചാരങ്ങളും ആണ് നമുക്കെതിരെ വരുന്നത്. അതില്ലാതെ നമ്മൾ ഒറ്റക്കെട്ടാണ്. ഈ ഗവൺമെൻറ്റിനെ മാറ്റി അല്ലെങ്കിൽ ഈ സർക്കാരിനെതിരായി ശക്തമായ പോരാട്ടം നടത്തി UDFനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്ന് പാർട്ടി തീരുമാനിച്ചിറങ്ങിയാൽ ജനം നമ്മോടൊപ്പം. LDFന് ഒരു ക്യാപ്റ്റനുണ്ട്, പിണറായി വിജയൻ. UDFൻ്റെ ക്യാപ്റ്റൻ ആരാണ്? ഞങ്ങൾക്ക് ഒരുപാട് ക്യാപ്റ്റന്മാരുണ്ട്. നമ്മളങ്ങനെ ഒരു ക്യാപ്റ്റനെ വെച്ചുകൊണ്ടോ നമ്മൾ പാർട്ടിക്കകത്ത് പറഞ്ഞല്ലോ, ക്യാപ്റ്റനും സോൾജിയറും മേജറും ഉൾപ്പെടെ എല്ലാവരും പാർട്ടിയുടെ ഒരു വലിയ നേതൃത്വ സമ്പന്നമായ നേതൃത്വമാണ് ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിലുള്ളത്. ഒരു യുവനിരയും ശക്തമായ രൂപത്തിലുള്ള ഒരു ഒരു യുവനിര നമ്മുടെ ഈ പാർട്ടിക്കകത്തും മുന്നണിക്കകത്തും ഉണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഇപ്പം പാലക്കാടായാലും അതോടൊപ്പം തന്നെ നമ്മുടെ നിലമ്പൂരായാലും തൃക്കാക്കരയായാലും പുതുപ്പള്ളി ഒരു യൂത്തിൻ്റെതായ ഒരു വലിയ ഒരു വർക്ക് അവിടെ നടന്നിട്ടുണ്ട്. നല്ല വിശ്വാസ്യതയുള്ള നല്ല യൂത്ത് ലീഡർഷിപ്പ് ഉൾപ്പെടെ നമുക്കുണ്ട്. കരുത്തരായ മുതിർന്ന നേതൃത്വമുണ്ട്. അപ്പോൾ ഈ സമ്പന്നമായ നേതൃത്വം ഒന്നിച്ച് നിന്നാൽ അവിടെ ക്യാപ്റ്റനും ഒന്നും ആവശ്യമില്ല, ഒന്നിച്ച് മുന്നോട്ട് പോയാൽ UDF ജയിക്കാൻ പറ്റും. ആ ഒരു നില ഇന്ന് കേരളത്തിലുണ്ട്. എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് കേരളത്തിൽ UDF. ആ ആത്മവിശ്വാസത്തിൻ്റെ ഒന്നാം നമ്പർ എന്ന് പറയുന്നത് ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കും എന്നത് തന്നെയാണ്. ഒരു ക്യാപ്റ്റൻ്റെ ആവശ്യമില്ലാതെ യുവ നേതാക്കൾ ഒന്നടങ്കം രംഗത്തിറങ്ങിയാൽ ജയിക്കാവുന്നതേ ഉള്ളൂ എന്നാണ് റിജിൽ മാക്കുറ്റിയുടെ വിലയിരുത്തൽ. കണ്ണൂരിൽ അതിശക്തമായ തിരിച്ചുവരവ് ഇത്തവണ ഉണ്ടാകും. 8 സീറ്റുകൾ വരെ ജയിക്കാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല റിജിൽ മാക്കുറ്റി. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കണ്ണൂരും അഴീക്കോടും. ഇത് രണ്ടും UDF കാലാകാലങ്ങളായി ജയിക്കുന്ന സീറ്റുകളാണ്. ആ സീറ്റുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അഴീക്കോട്, 2 തെരഞ്ഞെടുപ്പുകളിൽ കണ്ണൂർ. ഈ രണ്ടും നഷ്ടപ്പെട്ടത് പാർട്ടിക്കുണ്ടായ ചില സ്ഥാനാർത്ഥികളെ എതിരാളികളെ വീക്ഷിക്കുന്നതിൽ പറ്റിയ വീഴ്ച കൂടിയാണെന്നാണ് റിജിൽ മാക്കുറ്റി
വ്യക്തമാക്കുന്നത്. ആ സീറ്റുകളൊക്കെ തന്നെ പിടിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു പാർട്ടി. ആ രീതിയിലുള്ള മുന്നേറ്റം കണ്ണൂർ ജില്ലയിലുണ്ടാകും, സംസ്ഥാനത്താകെ ഉണ്ടാകും. ഒരു UDF തരംഗം തന്നെ സംസ്ഥാനത്ത് ആഞ്ഞടിക്കാൻ പോവുകയാണെന്നാണ് റിജിൽ മാക്കുറ്റി വ്യക്തമാക്കുന്നത്. എന്തായാലും അദ്ദേഹം വളരെ സംഘടനാപരമായ കാര്യങ്ങളിൽ PJ കുര്യനെ അതിരൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ CPMന്റെ BJP അനുകൂല സമീപനങ്ങൾ അത് CPMൽ തന്നെ വലിയ തോതിലുള്ള വിള്ളലുണ്ടാക്കുന്നതാണ് എന്ന് അദ്ദേഹം വിലയിരുത്തുകയാണ്. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവർ ഇവിടെ പൂർണ്ണമാവുകയാണ്. റിജിൽ മാക്കുറ്റി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെടുന്ന ഒരു നേതാവ് കൂടിയാണ്. പല സർവേകളിലും അദ്ദേഹത്തിൻ്റെ പേര് വന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ കണ്ണൂർ പിടിക്കാൻ കോൺഗ്രസ് നേതൃത്വം റിജിൽ മാക്കുറ്റിയെ നിയോഗിക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അങ്ങനെ ആവട്ടെ. കാരണം കണ്ണൂരിൽ അതിശക്തമായ രാഷ്ട്രീയ പ്രവർത്തനം ചെറുപ്പകാലം മുതൽ തുടങ്ങിയ നേതാവാണ് റിജിൽ മാക്കുറ്റി. നിരവധി സമര പോരാട്ടങ്ങൾ നടത്തിയ നേതാവാണ്. യൂത്ത് കോൺഗ്രസിനെ കണ്ണൂരിൽ ഏറ്റവും ശക്തമായ ഒരു സംഘടനയാക്കി മാറ്റുന്നതിൽ നിർണായക പങ്കുവഹിച്ച നേതാവ് കൂടിയാണ് റിജിൽ മാക്കുറ്റി. എല്ലാ ഭാവുകങ്ങളും നേരുകയാണ് റിജിൽ മാക്കുറ്റിക്ക് തുടർന്ന് അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളിൽ. അടുത്ത ഒരു അതിഥിയുമായി നമുക്ക് അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.